കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് വോട്ടവകാശമാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം ഉയരുകയാണ്. അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിനൊക്കെ ആയിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരുങ്ങുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വോട്ടവകാശം, സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. എല്ലാവരും വോട്ട് ചേർക്കാനും വോട്ട് കുത്താനും ഒക്കെ പരക്കം പായുകയാണ്. അപ്പോൾ പുതുതലമുറ, ന്യൂ ജനറേഷൻ, ഇപ്പോൾ വരുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ പുതിയ തലമുറ ഈ സമ്മതിദാന വിനിയോഗത്തെക്കുറിച്ച് എത്രമാത്രം ബോധവാന്മാരാണ്? രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇതിന് കൊടുക്കുന്ന പ്രയോറിറ്റി എത്രമാത്രമാണ്? കാരണം ആകെ നമ്മൾ സാധാരണ ജനങ്ങൾക്ക് ഈ ഭരണകർത്താക്കളെ വിലയിരുത്താൻ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമുള്ള ഒരവസരമാണ് തെരഞ്ഞെടുപ്പ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടവകാശം സംബന്ധിച്ച് ഇപ്പോൾ രസകരമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വോട്ട് എവിടെ നിന്നും ചേർക്കും, കാശ്മീരിൽ നിന്ന് വരെ ആളെ കൊണ്ടുവന്ന് വോട്ട് ചേർക്കും, എന്നിട്ട് ജയിക്കുമെന്ന നിലക്ക് വരെ നേതാക്കൾ പ്രസ്താവന ഇറക്കാൻ തുടങ്ങിയിരിക്കുന്നു. ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരായി മുദ്ര കുത്തുന്നു, അവരുടെ വോട്ട് തള്ളുന്നു. മരിച്ച് മണ്ണടിഞ്ഞവർ വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറിപ്പറ്റുന്നു. അങ്ങനെ രസകരമായ സംഭവങ്ങളിലൂടെയാണ് നാട് കടന്നു പോകുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ പുതിയ തലമുറ ഇതിനെയൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു? ഈ നേതാക്കൾ ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവർ അറിയുന്ന യുവജന മനസ്സെന്ത് എന്ന് നമുക്കൊന്ന് ചോദിക്കാം. 3 യുവ നേതാക്കൾ ഇന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ വൈഷ്ണവ് മഹേന്ദ്രൻ, അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് ഫർസീൻ മജീദ്, BJPയുടെ ജില്ലാ സെക്രട്ടറി അരുൺ തോമസ്. 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. ഞാനൊരു കാര്യം ചെയ്യാം, വൈഷ്ണവ് മഹേന്ദ്രൻ തുടങ്ങാം. കാരണം ഭരണത്തിലിരിക്കുന്നവർ അവരാണല്ലോ. റെക്കോർഡ് 10 വർഷം പൂർത്തിയാക്കാൻ പോവുകയാണ്. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നാടൊരുങ്ങുകയാണ്. ഈ സമ്മതിദാന അവകാശം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഏറ്റവും മൂല്യമുള്ള ഒരു സാധനമാണ്. ഒരു വോട്ടറെ സംബന്ധിച്ചിടത്തോളം, സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിനോടുള്ള ഇന്നത്തെ തലമുറയുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? പൊതുവിൽ പുതിയ വോട്ടർമാരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പുതിയ യുവാക്കളെ സംബന്ധിച്ച് പൊതുവിൽ ഇപ്പോൾ ഉയർന്നു വരുന്നൊരു പരാതി അവർ അരാഷ്ട്രീയവാദികളാണ് എന്നുള്ളതാണ്. പലപ്പോഴും ചർച്ചകളിൽ ഉയരുന്നത് പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികളായി കഴിഞ്ഞാലും പുതിയ തലമുറയിൽപ്പെട്ട യുവാക്കളായി കഴിഞ്ഞാലും അവരെല്ലാം അരാഷ്ട്രീയവാദികളാണ് എന്നുള്ളതാണ്. എന്നാൽ അത്തരമൊരു നിലപാടുമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളായി കഴിഞ്ഞാലും യുവാക്കളായി കഴിഞ്ഞാലും അവർക്ക് ബോധ്യമുള്ള, അറിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ രാഷ്ട്രീയ നിലപാടും അതോടൊപ്പം തന്നെ അഭിപ്രായമുള്ളവരാണ് ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും യുവാക്കളുമെല്ലാം. ഇത്രയും ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റും. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിനകത്ത് സാർവദേശീയമായ വിഷയങ്ങൾ മുതൽ പ്രാദേശികമായ വിഷയങ്ങൾ വരെ ചർച്ചയാകും. അതെല്ലാം ഘടകമാകുന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഒരു പോരായ്മയായി വിമർശനത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്, നേരത്തെ പത്രങ്ങൾ അരിച്ചുപെറുക്കി വായിക്കുന്നൊരു സ്വഭാവം ഉണ്ട്. എന്നാൽ പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികൾ കഴിഞ്ഞാലും യുവാക്കൾ കഴിഞ്ഞാലും ആ നിലയിൽ പത്രം അരിച്ചുപെറുക്കുന്നതിന് പകരം നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ, അവർക്ക് അറിയേണ്ടുന്ന കാര്യങ്ങൾ അവർ പല സോഴ്സിലൂടെയും അറിയുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും അതിനോട് കൃത്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതിൻ്റെ 2 വശങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ വിശദീകരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമ്മൾ യുവജന സംഘടനകൾ എന്ന നിലയിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകൾ എന്ന് ചെയ്യേണ്ടത്, ഈ പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികളെ, യുവാക്കളെ രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ളതാണ്. അതൊരു കടമയാണ്, ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് DYFI ഉൾപ്പെടെയുള്ള എല്ലാ യുവജന പ്രസ്ഥാനങ്ങളും മുന്നിട്ടിറങ്ങേണ്ടത് എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആ നിലയിൽ ശരിയായ രാഷ്ട്രീയ നിലപാട് അവരെ ബോധ്യപ്പെടുത്താനും നമുക്ക് ചുറ്റുപാട് നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താനും അവരെ അറിയിക്കാനും അതിനെ പഠിപ്പിക്കാനും എന്ന് വെച്ചാൽ രാഷ്ട്രീയവൽക്കരിക്കുക യുവാക്കളെ. അതിലൂടെ നമുക്ക് അവരെ മുൻനിരയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. വൈഷ്ണവിന് തോന്നുന്നില്ലേ ഒരല്പം അനാർക്കിസം യങ് ജനറേഷൻ ഉണ്ട് എന്ന് തോന്നാറില്ലേ? തീർച്ചയായും ഇതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ തോത് വർദ്ധിച്ചിട്ടില്ലേ? പണ്ട് അരാഷ്ട്രീയം എന്ന് പറയുന്ന അരാഷ്ട്രീയവാദികൾക്ക് നമ്മൾ കണ്ടാൽ അവരെ മനസ്സിലാവുമായിരുന്നു. അവരുടെ നിപ്പിലും നടത്തത്തിലും ഒക്കെ ഒരു അനാർക്കിസം കടന്നു വരുമായിരുന്നു. ഇന്നത്തെ തലമുറ അങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ലെങ്കിലും അവർ കൃത്യമായി ആ നിലക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ അതങ്ങനെ അടച്ചാക്ഷേപിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന വാദം. അടച്ചാക്ഷേപിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഈ പറഞ്ഞ എല്ലാ കാലത്തും അരാഷ്ട്രീയത ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ ക്യാമ്പസുകൾക്ക് ഉണ്ടായിട്ടുണ്ട്, നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ, ഒന്ന്, മുതലാളിത്തം സാർവദേശീയ രംഗത്ത് വലിയ കരുത്താർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്.
ഈ അരാഷ്ട്രീയവാദം എന്ന് പറയുന്നത് തന്നെ മുതലാളിത്തം എന്നൊരു വാദത്തിന് പ്രസക്തി ഉണ്ടോ? തീർച്ചയായും അത് വലതുപക്ഷത്തിന്റെ ഒരു അവരാശയമാണ്. എന്ന് വെച്ചാൽ പുതിയ തലമുറയിൽപ്പെട്ട യുവാക്കൾക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ അരാഷ്ട്രീയത അടിച്ചേൽപ്പിച്ച് മുതലാളിത്തത്തിന്റെ വലതുപക്ഷത്തിന്റെ അജണ്ടകൾ അടിച്ചേൽപ്പിക്കുക എന്ന അജണ്ട കൃത്യമായിട്ടുണ്ട്. ആ അജണ്ടയാണ് അവർ നടപ്പിലാക്കുന്നത്. തീർച്ചയായും അതിനെ പ്രതിരോധിച്ചേ പറ്റൂ എന്നാണ് താങ്കളുടെ നിരീക്ഷണം. അതിനെ കൃത്യമായി പ്രതിരോധിക്കണമെങ്കിൽ ഈ യുവാക്കളെയും വിദ്യാർത്ഥിയും രാഷ്ട്രീയവൽക്കരിക്കണം. രാഷ്ട്രീയ ക്യാമ്പസുകളിൽ നിന്ന് നമ്മുടെ യുവജന സംഘടന നിലയിൽ അവർ രാഷ്ട്രീയവൽക്കരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണം. തീർച്ചയായും അത് ക്യാമ്പസുകളിൽ SFI ആ നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. DYFIയും ആ നിലയിലുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്നിന്റെ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തിരിച്ചു വരാം. ഫർസീൻ, അരാജകവാദമാണ് യങ്സ്റ്റേഴ്സിനിടെ, അത് ഈ പറയുന്നത് പോലെ നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒരു കാലത്തിലൂടെയല്ല നമ്മൾ സഞ്ചരിക്കുന്നത്. കാരണം ഇതൊന്നും നമ്മുടെ പണിയല്ല, ഇതൊന്നും നമുക്ക് പറ്റില്ല, ഇതൊന്നും നമ്മുടേതല്ല എന്ന് ചിന്തിക്കുന്ന വലിയൊരു തലമുറ വളർന്നു വരുന്നുണ്ട്. അത് നിങ്ങൾ ലീഡർഷിപ്പിലേക്ക് ഉയർന്നു വരുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ പ്രകടനത്തിന് സ്കൂളിൽ കുട്ടികളെ കിട്ടും, കോളേജ് തലത്തിലേക്ക് പോകുമ്പോൾ എത്രമാത്രം കിട്ടും എന്നുള്ളത് പ്രശ്നം തന്നെയാണ്. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഞാൻ ഈ ചർച്ചയെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ആദ്യം തന്നെ രാജ്യം ഇത്രയേറെ ഒരു പ്രതിസന്ധിയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ കണ്ണൂർ വിഷൻ പോലെയുള്ള കണ്ണൂരിനകത്ത് ഒരു പ്രധാനപ്പെട്ട ചാനൽ ഈ ഒരു ചർച്ച കൊണ്ടുവന്നത് തന്നെ ആദ്യം തന്നെ അഭിനന്ദിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കാം. കാരണം നമ്മൾ വന്ന ചർച്ചയിലേക്ക് തന്നെ കടക്കാം. കാരണം നമ്മുടെ നാടിനകത്തെ യുവാക്കൾക്ക് രാഷ്ട്രീയത്തോട് താല്പര്യമില്ല, വോട്ട് ചെയ്യാൻ പോലും താല്പര്യമില്ലാത്ത യുവാക്കളായി, യുവജനങ്ങളായി ചിലർ മാറി വരുന്നു എന്ന ഒരു സാഹചര്യം നമ്മുടെ നാടിനകത്തുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ എന്താണ് ഇതിന് കാരണം എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടത്. പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായി ഈ രാജ്യത്ത് മുഴുവൻ നടത്തിക്കൊണ്ട് വരുന്ന ഒരു പ്രചരണമാണ്. ആ പ്രചരണത്തിന് ഇപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ലോകത്തിലെ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ഉറ്റുനോക്കുന്നൊരു വിഷയമുണ്ട്. ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കള്ളവോട്ട് കൊണ്ടാണ് ഈ രാജ്യത്തിലെ പ്രധാനമന്ത്രിയായി കടന്നു വന്നിട്ടുള്ളത്. ഈ രാജ്യത്തിനകത്തെ പല സംസ്ഥാനങ്ങളിലേക്കും BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ കടന്നു വന്നിട്ടുള്ളത് കള്ളവോട്ടിലൂടെയാണെന്ന് രാഹുൽ ഗാന്ധി ആദ്യം പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് ഈ നാടിനകത്ത് പലരും വിളിച്ച് കളിയാക്കി. പക്ഷേ ഇന്ന് ആ രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ നാട്, നമ്മുടെ സമൂഹം മാറിയിരിക്കുകയാണ്. അതിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്. യുവാക്കൾ എന്തിനു വേണ്ടി ഞങ്ങൾ വോട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെയാണ് വളരെ പ്രസക്തമായി കടന്നു വരുന്നത്. കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞൊരു വിഷയം, ബാംഗ്ലൂരിനകത്തെ, കർണാടകത്തിനകത്തെ ഒരു നിയമസഭാ മണ്ഡലം എടുത്ത് അതിനകത്ത് 1,280,000 വോട്ടുകൾ കള്ളവോട്ടായി ഈ രാജ്യത്തിനകത്തെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ BJP ചേർത്തിരിക്കുന്നെന്ന് പറയും. ഒരു ഒറ്റമുറി വീടിനകത്ത് 80ഓളം കള്ളവോട്ടുകൾ ചേർത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ചില ആളുകളുടെ പേരുകൾ ABCD എന്നാണ്, ചില ആളുകളുടെ പേരുകൾ XYZ ആണ്. വീട്ടു നമ്പർ പോലും ഇല്ല. വീട്ടു നമ്പർ ഇല്ല എന്ന് പറയുമ്പോൾ 000 എന്നാണ് വീട്ടു നമ്പർ പോലും കൊടുത്തിരിക്കുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഇന്ത്യയാണെന്ന് പറയുമ്പോൾ 1952 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം കടന്നു വന്ന് അധികാരത്തിൽ വന്നപ്പോൾ നെഹ്റു വലിയ ഭൂരിപക്ഷത്തിൽ ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നു. പക്ഷെ അധികാരത്തിൽ വന്നപ്പോൾ അന്ന് കോൺഗ്രസിനും നെഹ്റുവിനും തീരുമാനിച്ച പോലെയായിരുന്നു, ഇവിടെ ഒരു ഇലക്ഷൻ കമ്മീഷനൊന്നും വേണ്ട, ഇവിടെ കോൺഗ്രസ് മതി, ചൈനയൊക്കെ നമ്മുടെ മുന്നിൽ ഉദാഹരണമായി കിടക്കുക, ഇവിടെ കോൺഗ്രസ് മാത്രം മതി എന്ന് തീരുമാനിച്ച സമയത്ത് ഒരു പക്ഷേ ഇന്ന് ഈ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാകുമായിരുന്നില്ല. രാഹുൽ ഗാന്ധി ഇത്ര വലിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി മാധ്യമങ്ങളെ മുഴുവൻ വിളിച്ചു നിർത്തിയിട്ട് ഇതാ തെളിവുകൾ ഇതാ എന്ന് പറഞ്ഞ് ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ അതിനെന്താണ് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുന്ന മറുപടി? നിങ്ങൾ തെളിവ് കൊണ്ടുവരുന്ന ഇലക്ഷൻ കമ്മീഷൻ പറയാം, പരാതി കൊടുക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ പറയാം. 300 കിലോഗ്രാം ഭാരമുള്ള വോട്ടർ പട്ടിക രാഹുൽ ഗാന്ധിക്ക് മുമ്പിൽ വലിച്ചെറിഞ്ഞു കൊടുക്കുക, തെളിവ് കൊണ്ടുവന്ന ഇലക്ഷൻ കമ്മീഷൻ പറയാം. ഇപ്പോഴും ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് എന്താ? തെളിവ് കൊണ്ടുവന്ന കട്ട കള്ളനെ പിടിച്ചു കൊടുത്തിട്ട് പറയാണ് നിങ്ങൾ എങ്ങനെയായി കള്ളനെ പിടിച്ചതെന്നുള്ളത് തെളിവ് കൊടുക്കാൻ വേണ്ടി ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനോട് പറയുമ്പോൾ അതാണ് ഒരു പരിധിവരെ നമ്മുടെ ചെറുപ്പക്കാരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിന് നമ്മളൊക്കെ വോട്ട് ചെയ്യണം? എന്തിനു വേണ്ടിയിട്ടാണ് ഈ രാജ്യത്തിന് നമ്മൾ ഈ തരത്തിലേക്ക് പോകണം? നമ്മുടെ ഒരു വോട്ട് ചെയ്തിട്ട് വല്ല കാര്യവും ഉണ്ടോ എന്ന സംശയം സ്വാഭാവികമാണ്. അതിന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണമാണ് പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി ബീഹാറിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നത്. 60 ലക്ഷത്തോളം വോട്ടാണ് ബീഹാറിലെ ഒരു സംസ്ഥാനത്ത് നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നതെന്ന് പറയുക. 60 ലക്ഷം വോട്ടുകൾ. ആ 60 ലക്ഷം വോട്ടുകൾക്ക് വേണ്ടി സമരം ചെയ്ത ആളുകളെ ഇലക്ഷൻ കമ്മീഷൻ പുച്ഛിച്ച് തള്ളുകയുണ്ടായിരുന്നു. പിന്നീട് സുപ്രീം കോടതിയിൽ പോയിട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വാലിഡ് ആയിട്ടുള്ള എവിഡൻസ് ആയിട്ടുള്ള
ആധാർ കാർഡ് ഉപയോഗിച്ചിട്ടും വോട്ട് ചേർക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കള്ളവോട്ട് എന്നുള്ള ആ ഒരു ട്രെൻഡ് യുവാക്കളിൽ അരാജകത്വവും അരക്ഷിതാവസ്ഥയും സൃഷ്ടിച്ചു. തിരിച്ചു വരാം നമുക്ക്. അരുൺ തോമസ്, ഈ കള്ളനോട്ട് ഇറങ്ങിയാൽ നാടിൻ്റെ സമ്പദ്ഘടന തകർന്നു പോകും. നമ്മൾ അതുകൊണ്ടാണ് എപ്പോഴും കള്ളനോട്ടിനെതിരെ ജാഗ്രത പറയുക. കള്ളവോട്ട് ഈ ലെവലിൽ വന്നാൽ ജനാധിപത്യത്തിൻ്റെ നട്ടലാണ് തകരുക. നമ്മളെപ്പോഴും ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുന്നത് നമുക്കിങ്ങനെ ഇരിക്കാനും ഇങ്ങനെ അഭിപ്രായം പറയാനും. ഇന്ന് നമ്മളിങ്ങനെ 4 പേരിരുന്ന് വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ അത് ഈ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചോളൂ. ജനാധിപത്യത്തിൻ്റെ കരുത്തിലാണ്. ജനാധിപത്യം ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ഇരിക്കാൻ കഴിയില്ല. ആ ജനാധിപത്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന പണിയാണ് കേന്ദ്രം ഭരിക്കുന്നവർ ചെയ്യുന്നത് എന്നാണ് വർജീൻ കൃത്യമായി തെളിവുകളോടെ പറയുന്നത്. താങ്കളുടെ ഒരു യുവജന നേതാവെന്ന നിലയ്ക്ക് താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നത്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 326 എല്ലാ 18 വയസ്സ് കഴിഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ടവകാശം ഉറപ്പാക്കുന്നുണ്ട്. ഇതിനകത്തിപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ പ്രതിനിധിയും പറഞ്ഞത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്. അതിനെതിരെ ഇപ്പോൾ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തെളിവ് കൊണ്ടൊരു എവിടെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കള്ളവോട്ട് നടന്നിട്ടുണ്ടെന്നോ ഇത് കോൺഗ്രസ് ഭരിക്കുന്നത് കർണാടകയുടെ കാര്യം തന്നെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. ഇവിടെ എവിടെയും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആരോപണങ്ങളാണ്. ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ഈ ജനാധിപത്യത്തിനെ പിടിച്ചു നിർത്തുന്ന ഈ വോട്ടവകാശത്തെ അല്ലെങ്കിൽ ഇതിനെ ജനങ്ങളുടെ ഇടയിൽ ഒരു സംശയത്തിന് നിഴലിലാക്കുന്ന തരത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വെറുതെ ആരോപണങ്ങൾ മാത്രമാണിത്. ബേസിക്കലി ആരോപണങ്ങൾ മാത്രമാണ്. ഇതിനകത്ത് ഒരു വസ്തുതയും ഇല്ല. കാരണം ഇരട്ട വോട്ട് കള്ളവോട്ട് ശരിക്കും പറഞ്ഞാൽ കള്ളവോട്ട് എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. പക്ഷേ ഇരട്ട വോട്ടുകൾ ഇരട്ടിക്ക് ഇപ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ ഇപ്പോൾ MLA സജീവ് ജോസഫിന് വരെ 2 സ്ഥലത്ത് വോട്ടുണ്ട്. അത് 2 സ്ഥലത്തും പോയി വോട്ട് ചെയ്താലേ അത് കള്ളവോട്ടാകുന്നുള്ളൂ. ഒരു സ്ഥലത്താണ് വോട്ടെങ്കിൽ അത് നമുക്ക് കള്ളവോട്ടെന്ന് പറയാനാവില്ല. നമ്മൾ ശരിക്കും യുവാക്കളെ നോക്കിക്കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിനെ പറ്റിയൊന്നും ഞങ്ങൾ ബോധവാന്മാരല്ല, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജനാധിപത്യത്തെ പിടിച്ചു നിർത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ ജനപ്രതിനിധികൾ സൃഷ്ടിക്കപ്പെടുക, അതിനെ തുടർന്ന് സർക്കാർ രൂപീകരിക്കുക. ഇതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള തലങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ക്യാമ്പസിൽ നിന്ന് തന്നെ ആ കുട്ടികൾ 18 വയസ്സാകുമ്പോൾ തന്നെ ഇതിനെപ്പറ്റി രാഷ്ട്രബോധമുള്ളവരെ രാഷ്ട്രീയവൽക്കരിക്കുക. അത് CPM-ൻ്റെ പ്രതിനിധി പറഞ്ഞ പോലെ രാഷ്ട്രീയവൽക്കരിക്കുകയല്ല, ശരിക്കും ക്യാമ്പസുകളെ രാഷ്ട്രീയവൽക്കരിക്കുക അല്ലെങ്കിൽ കുട്ടികളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രബോധമുള്ള സ്വന്തം രാജ്യത്തോടും സ്വന്തം ഇവിടുത്തെ സംവിധാനത്തോടും കൂറുള്ളവരാക്കി അവരെ ബോധവാന്മാരാക്കി വളർത്തുക എന്നുള്ളതാണ്. അല്ലാതെ ക്യാമ്പസുകളെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം രാഷ്ട്രീയവൽക്കരണം എന്ന് പറഞ്ഞാൽ അസ്ഥിരതയാണോ താങ്കൾ നിരീക്ഷിക്കുന്നത്? അല്ല, രാഷ്ട്രീയവൽക്കരിക്കുക എന്ന് പറയുന്നത് വൈഷ്ണവ് പറഞ്ഞത് രാഷ്ട്രീയവൽക്കരിക്കണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ബോധമുള്ളവരാണ് നല്ല രാഷ്ട്രീയ പ്രവർത്തകന് നല്ല രാഷ്ട്രബോധം ഉണ്ടാവും. നമ്മുടെ ഇപ്പോഴത്തെ ക്യാമ്പസുകളുടെ ഒക്കെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ നവാസ്, ഇപ്പോഴത്തെ ക്യാമ്പസുകളുടെ ഒക്കെ അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ പുതുതലമുറ ഏത് രീതിയിലാണ് സഞ്ചരിക്കുന്നത്? പുതുതലമുറ നമ്മുടെ ക്യാമ്പസുകൾ ഇപ്പോൾ എന്താണ് പുതുതലമുറക്ക് എന്താണ് കുഴപ്പം? താങ്കൾ കാണുന്ന കുഴപ്പം എന്താണ്? പുതുതലമുറ എല്ലാവരെയും അടച്ചു പറയുന്നില്ല. ഒരു വിഭാഗം പുതുതലമുറ ഇന്ന് ലഹരിയുടെ പുറകെയും അതുപോലെ തന്നെ നമുക്ക് ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് ആ തലത്തിലേക്ക് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭരണ സംവിധാനം അങ്ങനെ ആയതുകൊണ്ട് തന്നെ. ഭരണകർത്താക്കൾ എന്ന് പറഞ്ഞാൽ ഏത് ഭരണകർത്താക്കൾ? സംസ്ഥാന ഭരണത്തിലേക്ക് നമ്മൾ ഇങ്ങോട്ടേക്ക് ഈ പ്രാദേശികമായിട്ട് ഇപ്പം നമ്മുടെ ഇവിടുത്തെ കോളേജുകളൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ സ്വാധീനിക്കപ്പെടുന്നത് കേന്ദ്ര ഭരണമാണോ? അല്ലല്ലോ, കൂടുതലും സ്വാധീനിക്കപ്പെടുന്നത് സംസ്ഥാന ഭരണം. ഏത് വിദ്യാർത്ഥി പ്രസ്ഥാന കുഴപ്പക്കാർ നിങ്ങളുടെ നോട്ടത്തിൽ? കുഴപ്പക്കാരെന്ന് പറയുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനം ഏത്, ഞാനത് പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അറിയോ താങ്കൾക്ക്? അല്ല, വ്യക്തമായിട്ടുള്ള അതിനെപ്പറ്റി ധാരണയുണ്ട്. കാരണം ഏത് പേരുകേട്ട ഒരു ക്യാമ്പസാണ് മഹാരാജാസ് കോളേജ്. ആ മഹാരാജാസ് കോളേജ് SFI പോലെയുള്ള സംഘടന കാട്ടിക്കൂട്ടുന്ന SFI കുഴപ്പം തന്നെയാണ്. SFI KSU അത്ര അത്ര SFIയുടെ അത്രയും കുഴപ്പക്കാരല്ല. SFI ക്യാമ്പസുകളിൽ നടക്കുന്ന അരാജകത്വവും അത് നമ്മൾ തീർച്ചയായിട്ടും ടീച്ചറും പ്രധാന അധ്യാപികക്ക് കുഴിമാട് ഒരുക്കി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ളവരോടൊപ്പം നമ്മൾ സഞ്ചരിക്കേണ്ട, നമ്മൾ അരാജകവാദികളാകണം കുട്ടികൾ തീരുമാനിക്കുന്നു. അല്ല, പുതിയ കുട്ടികൾ തീരുമാനിക്കുന്ന അല്ല, അവരുടെ ഒരു കൂട്ടമാണ് പുറത്തേക്ക് ഇറങ്ങി അരാജകത്വം സൃഷ്ടിക്കുന്നതെന്ന് ഞാൻ പറയും. നമുക്ക് വൈഷ്ണവ് മഹേന്ദ്രൻ അരുണ് പറഞ്ഞു നിർത്തി, നിങ്ങൾ മൊത്തം കുഴപ്പക്കാരാണ്, KSU അത്രയും കുഴപ്പമില്ല. ഈ കുഴപ്പങ്ങളൊക്കെ
ഈ പുതിയ തലമുറയിലെ അരാജകവാദത്തിന് കാരണമാകുന്നു, രാഷ്ട്രീയത്തോട് അവർക്ക് മടുപ്പ് തോന്നുന്നു. അതിന് കാരണമായി പറഞ്ഞത് പ്രിൻസിപ്പലിനെ ഉപദ്രവിക്കുന്ന വിദ്യാർത്ഥി സംഘടന. അതൊക്കെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇത്തരം അക്രമവാസന പുതിയ തലമുറയ്ക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ടോ? ഒന്ന് ഇവിടെ സൂചിപ്പിച്ചത് SFIക്കാരാകെ കുഴപ്പക്കാരാണെന്നാണല്ലോ. എങ്ങനെയാണ് SFIക്കാർ കുഴപ്പക്കാരാകുന്നത്? SFI ക്യാമ്പസുകളിൽ ഉയർത്തിവിട്ട രാഷ്ട്രീയം എന്താ? ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ ഇപ്പോൾ ഫ്ലോറിനകത്തിനും സംസാരിക്കുന്ന ഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമുക്കറിയാം. ഏറ്റവും അപകടകരവും സങ്കീർണവുമായ ഘട്ടത്തിൽ കൂടിയാണ് ഞാൻ നിങ്ങളെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം രാജ്യവും രാജ്യത്തിൻ്റെ ഭരണഘടനയും അടിസ്ഥാനശീലമായ ഭരണഘടനയും ഇത്രമേൽ വെല്ലുവിളി നേരിട്ട മറ്റൊരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല. ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ ഗവൺമെൻറ് അങ്ങേയറ്റം ജനവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ നയങ്ങൾ മാത്രം സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇവിടെയുള്ള വിദ്യാർത്ഥികൾ അസ്വസ്ഥരാണ്, യുവാക്കൾ അസംതൃപ്തരാണ്, സ്ത്രീകൾ അസംതൃപ്തരാണ്, കർഷകർ, തൊഴിലാളികൾ ഇവരെല്ലാം സമരത്തിലാണ്. അങ്ങനെ സമരങ്ങൾ ഉയർന്നു വരുമ്പോൾ ആ സമരങ്ങളെല്ലാം അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഗവൺമെൻറ് ശ്രമിക്കുന്നത്. രാജ്യത്തെ എല്ലാ മേഖലയും വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താ? അവരുടെ നയം എന്താ? ഈ രാജ്യത്തെ ആകെ അരുൺ തോമസ് പറഞ്ഞത് നിങ്ങളെ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയ്ക്ക് SFI ഉണ്ടാക്കുന്ന ക്യാമ്പസിൽ അതിലേക്കാണ് ഞാൻ വരുന്നത്. സംഘർഷവും അസ്വസ്ഥതകളും കുട്ടികളുടെ മനസ്സിൽ അതൃപ്തി ഉണ്ടാക്കും. അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇപ്പോൾ രാജ്യത്തെ എല്ലാ മേഖലയും വർഗീയവൽക്കരിച്ച് ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിനെതിരെ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നത് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളെ രാഷ്ട്രീയവൽക്കരിച്ച് ഈ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ഈ വിദ്യാർത്ഥികളെയാകെ രാജ്യത്തിനകത്തുള്ള ഈ വിദ്യാർത്ഥി വിരുദ്ധമായ ജനവിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ ഈ ഭരണ സംവിധാനത്തിനെതിരായി അണിനിരത്തുന്നത് വലിയ പങ്ക് SFIക്കുണ്ട്, വലിയ റോളുണ്ട്. ഇപ്പോൾ ഒറ്റ കാര്യം, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് കേരള സർവകലാശാലയിൽ പിന്നെ ഗവർണർ ആർലേക്കർ ഒരു സ്ത്രീ, ഒരു സാരി ഉടുത്തൊരു സ്ത്രീ ഒരു വടിയും ആ വടിയിൽ ഒരു കാവി കൊടിയും കെട്ടിയ ഫോട്ടോ കാണിച്ചിട്ട് ഇതാണ് നിങ്ങളുടെ ഭാരതാംബ എന്ന് പറഞ്ഞ് നമ്മുടെ സർവകലാശാലയിൽ പ്രതിഷ്ഠിക്കാനും അതിനെ പൂവിട്ട് പൂജിക്കാനും ശ്രമിച്ചത്. അപ്പോഴാണ് ഈ സമീപകാലത്തൊന്നും കേരളം കാണാത്ത നിലയിലുള്ള വലിയ വിദ്യാർത്ഥി സമരം ഉയർന്നു വന്നത്. ആ സമരം നടത്തിയ വിദ്യാർത്ഥികൾ ഉയർത്തിപ്പിടിച്ച കൊടി അത് SFIയുടെ രക്തനക്ഷത്രാംഗത ശുഭ്രപതാകയാണ്. അവർ പ്രഖ്യാപിച്ചെന്താ? ഇങ്ങനെ ഒരു സ്ത്രീ സാരി ഉടുത്ത് ഒരു വടിയും ആ വടിയിലൊരു കാവി കൊടിയും കെട്ടിയ ഫോട്ടോ കാണിച്ചിട്ട് ഇത് ഞങ്ങളുടെ ഭാരതാംബയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭാരതാംബ ഞങ്ങൾക്കില്ല. ഭരണഘടന എവിടെയും അങ്ങനൊരു ചിഹ്നം കാണാൻ വേണ്ടി പറ്റുമോ? അപ്പോൾ അത് ഞങ്ങളുടെ ഭാരതാംബയല്ല എന്നും ഇത് ജനാധിപത്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ കേന്ദ്രങ്ങളാണ് നമ്മുടെ സർവകലാശാലകൾ എന്ന് പ്രഖ്യാപിച്ച് നടത്തിയ സമരമാണ് ആ വിദ്യാർത്ഥി സമരം. അത് വിദ്യാർത്ഥികളുടെ മാത്രം സമരമായിരുന്നില്ല. ജനാധിപത്യ മൂല്യങ്ങൾ, ഭരണഘടനാ മൂല്യങ്ങൾ, മതനിരപേക്ഷത ഇതെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഈ കേരളത്തിന്റെ നാടിന്റെ പ്രതിരോധമായിരുന്നു ആ സമരം എന്നുള്ളത്. ആ നിരവധിയായ സമരങ്ങൾ ഈ സമരങ്ങളെയാണ് ഇവർ അക്രമമായി ചിത്രീകരിക്കുന്നത്. തീർച്ചയായും എന്ത് അക്രമം? ഇപ്പൊ കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ അരാജക പ്രവണതയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായി ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെടേണ്ടി വന്നിട്ടുണ്ട്. സെയ്താലി SFIയുടെ പ്രവർത്തകനായിരുന്നു. KSUവിൻ്റെയും ABVയുടെയും എല്ലാം ക്രിമിനലുകൾ അവിടുത്തെ പെൺകുട്ടികൾ ഉൾപ്പെടെ ആക്രമിക്കാനും അവർക്ക് മനസ്സമാധാനമായി ക്യാമ്പസിൽ വന്ന് പഠിക്കാനും സാധിക്കാത്ത അന്തരീക്ഷം ഉണ്ടായപ്പോഴാണ് ആ വിദ്യാർത്ഥി ചോദ്യം ചെയ്തത്. അങ്ങനെയാണ് കൊല്ലപ്പെടുന്നത്. ഈ രാജ്യത്തിനകത്ത് നാടിനകത്ത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി കൊല്ലപ്പെടേണ്ടി വന്ന, ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന നിരവധിയായ വിദ്യാർത്ഥികളുണ്ട്. ക്യാമ്പസുകൾക്ക് പറഞ്ഞല്ലോ ക്യാമ്പസിൽ അക്രമരാഷ്ട്രം ഉണ്ടാക്കുന്നുണ്ട്. ഈ ക്യാമ്പസുകളുടെ ഒരു പ്രതിരോധമല്ല. നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ഇന്ത്യൻ ക്യാമ്പസുകളുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ആദ്യമായി ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെടുന്നത് നമ്മുടെ ഈ ജില്ലയിലെ തലശ്ശേരി ബ്രണ്ണൻ കോളേജിലാണ്. എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത് അറിയോ? കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി SFI വിജയിക്കുകയാണ്. ആ SFI വിജയിച്ചപ്പോഴാണ് ഇപ്പോൾ ക്യാമ്പസിനകത്ത് വലിയ സമാധാനം പറയുന്ന KSUവിൻ്റെ ആളുകൾ, യൂത്ത് കോൺഗ്രസ്സുകാർ ക്യാമ്പസിൽ കയറി അഷ്റഫിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇവിടെ ABVPയുടെ ക്രിമിനൽ സംഘം RSSകാർ വെട്ടിക്കൊലപ്പെടുത്തിയതാണ് SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന സഖാവ് KV സുധീഷിനെ. കൂത്തുപറമ്പാണ് വീട്. എന്ത് അക്രമ സുധീഷ്? ഈ ലെവലിൽ രാഷ്ട്രീയം വരുന്നതിന് ഇങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട് എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. തീർച്ചയായും തിരിച്ചു വരാം. ഫർസീൻ മജീദ്, ഇപ്പൊ ഇത് പറഞ്ഞു വന്നല്ലോ. ഈ പറഞ്ഞു വരുമ്പോൾ ഈ കൊല്ലലും അടിക്കലും ഈ വർഗീയതയും ഇതൊക്കെയാണ് രാഷ്ട്രീയം എന്നൊരു തോന്നലും ഈ പുതിയ തലമുറയ്ക്കുണ്ടായ അവരെ കുറ്റപ്പെടുത്തി. ഇതൊന്നുമല്ല നമ്മുടെ പണി. ജീവിതം വലിയ സന്തോഷവും ആഹ്ലാദവും ആഘോഷിക്കേണ്ടതുമാണ് എന്ന് കരുതുന്ന പുതിയ ജനറേഷൻ്റെ മുന്നിൽ ഇപ്പം വൈഷ്ണവ് പറഞ്ഞു നിർത്തിയെടുത്ത് ഇത് കേൾക്കുന്ന ഒന്ന് വർഗീയത, രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമം നടത്തുക. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പണി ഇതാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനം, കാരണം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ നിന്നാണ് നല്ല രാഷ്ട്രബോധമുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ വാർത്തെടുക്കേണ്ടത്. പക്ഷെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ യുവജന പ്രസ്ഥാനങ്ങൾ ഈ നിലയിലാണെന്ന് ഇത് കേൾക്കുന്ന ഒരാൾക്ക് തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റും.
തീർച്ചയായിട്ടും നമസ്തേ. ഇതിലാണ് നമ്മുടെ പോയിന്റ്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഫ്ലോറിൽ പോലും നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ട വിഷയം എന്ന് പറയുന്നത് കൊലപാതകമോ അക്രമമോ അല്ല. എന്തുകൊണ്ട് യുവാക്കൾ നമ്മുടെ കൂടെ നിൽക്കുന്നില്ല, രാഷ്ട്രീയത്തെ എതിർക്കുന്നു, അരാഷ്ട്രീയവാദികളാകുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് എൻ്റെ ഇടതും വലതും ഇരിക്കുന്ന ആളുകൾ പറഞ്ഞു വെച്ചത്. നമ്മുടെ രാഷ്ട്രീയം അങ്ങനെ ആവരുത്, എന്തുകൊണ്ട് നമ്മൾ മാറണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. നമ്മൾ ചെറുപ്പക്കാരെ മാത്രം കുറ്റപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും? നമുക്ക് എത്ര കാലം ചെറുപ്പക്കാരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറ്റും? നമ്മുടെ നാട്ടിൽ മയക്കുമരുന്നുണ്ട്, നമ്മുടെ നാടിനകത്ത് ലഹരികൾ വർദ്ധിക്കുന്നു, അതിന് കുറ്റക്കാരൻ ചെറുപ്പക്കാരാണോ? അവരെന്തുകൊണ്ട് അങ്ങനെ ആവുന്നു? യെസ്, അതിനൊരു ഉത്തരം പറയേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. കാരണം നിങ്ങൾ നാട് നന്നാക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരാ. ഭാരതാംബയുടെ ഫോട്ടോ വെച്ചതിന് SFI പ്രതിരോധിക്കുക, മറ്റൊരു ഭാഗത്ത് ചെഗുവേരയുടെ ഫോട്ടോ വെച്ചതിന് BJP പ്രതിരോധിക്കുക. അതല്ല നമ്മുടെ രാഷ്ട്രീയമാവേണ്ടത്. നമ്മൾ ഈ രാജ്യത്തിന് ഭാരതാംബയുടെ ചിത്രം വെച്ചതിനെ പ്രതിരോധിക്കേണ്ട ഒന്നല്ല എന്നൊരു അഭിപ്രായം ഉണ്ടോ? ഒരിക്കലും ചെഗുവേരയുടെ ചിത്രം പ്രതിരോധിക്കേണ്ടതല്ല എന്നൊരു അഭിപ്രായം ഉണ്ടോ? ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ രാഷ്ട്രീയം ഭാരതാംബ എന്നുള്ളത് അത്ര കുഴപ്പം പിടിച്ചൊരു സാധനമാണോ? നമ്മുടെ രാഷ്ട്രീയം അത്തരത്തിലേക്ക് പോകുമ്പോഴാണ് ചെറുപ്പക്കാർക്ക് നമ്മളോട് താല്പര്യമില്ലാത്തത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ രാജ്യത്ത് നിന്നും ചെറുപ്പക്കാർ നാട് വിട്ടു പോവാണ്. നമ്മുടെ ഏറ്റവും ഗുരുതരമായൊരു പ്രശ്നമാണ്. 2014 മൻമോഹൻ സിംഗ് ഈ രാജ്യത്തിനകത്ത് പ്രധാനമന്ത്രിയായി പടിയിറങ്ങുന്നതിന് മുമ്പ് ലോകം ഇന്ത്യയെ വിസ്മയമായി നോക്കിക്കാണുന്ന രാജ്യമായിരുന്നു നമ്മുടെ രാജ്യം. ഈ രാജ്യത്ത് നിന്ന് നമ്മുടെ നാടിനകത്ത് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരു വർഷം എത്ര ചെറുപ്പക്കാർ രാജ്യം വിട്ടു പോകുന്നു? എന്റെ ഇരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, യുവമോർച്ചയുടെ BBPയുടെ നേതാക്കന്മാരായി നമ്മുടെ ക്യാമ്പസുകൾക്കകത്ത്, കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കകത്തെ ക്യാമ്പസുകൾക്കകത്ത് എത്ര കുട്ടികൾ, പണ്ടൊക്കെ നമ്മളൊരു അഡ്മിഷന് വേണ്ടി എത്ര ആരുടെയൊക്കെ സീറ്റ് ഒഴിഞ്ഞെടുക്കുക. നമ്മുടെ കുട്ടികൾ എങ്ങനെയും +2 കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സീറ്റിന് വേണ്ടി രക്ഷിതാക്കൾ നമ്മുടെ സമീപിക്കുന്നതിന് പകരം ഇപ്പൊ എന്താ ചെയ്യുന്നത്? എവിടുന്നെങ്കിലും ഒരു 10 ലക്ഷം 15 ലക്ഷം ലോണാക്കി തരുമെന്ന് ചോദിച്ചിട്ടാണ് നമ്മുടെ US-ലേക്കും വിടാനോ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ എന്ന് കരുതാം. ഇവിടെ അരുൺ തോമസിനൊക്കെ നാടിനകത്ത് ചെറുപ്പക്കാരില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മലയോര മേഖലയിലെ കുട്ടികൾ പൂർണ്ണമായി പോയി കഴിഞ്ഞു. മറ്റ് സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നമ്മൾ തടയിടണം. നമ്മുടെ രാജ്യത്തെ പണം പുറത്ത് കടന്നു പോവുകയാണ്. നമ്മുടെ നാടിനകത്തെ പണം പുറത്ത് കടന്നു പോകുക. നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ വീടിനകത്ത് രക്ഷിതാക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ കോൾ ചെയ്ത് കുട്ടികൾ കാണുന്ന, അവരുടെ മക്കൾ കാണുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭീകരമാണ്. അതിനെയാണ് മാറ്റേണ്ടത്. തിരിച്ചു വരാം. ഈ ഭാരതാംബയുടെ ചിത്രം വെക്കലും ചെഗുവേരയുടെ ചിത്രമൊക്കെയാണോ നമ്മൾ ഇന്നത്തെ ഇത്രയും അഡ്വാൻസ്ഡ് ആയ ലോകത്ത് നാം ചർച്ച ചെയ്യേണ്ടത്? അതിൻ്റെ പേരിൽ സംഘർഷം ഉണ്ടാക്കുകയാണോ വേണ്ടത്? അതിനൊക്കെ എന്തിനെത്ര പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും ഭാരതാംബ എന്ന് പറയുന്ന ഒരു സങ്കല്പം നേരത്തെ തന്നെയുള്ളതാണ്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇവർ രണ്ടുപേരും പറഞ്ഞതിൻ്റെ ചെറിയൊരു കാര്യങ്ങളിലേക്ക് കടക്കണം. അതായത് കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഇപ്പം കോൺഗ്രസിൻ്റെ പ്രതിനിധിയും CPM-ൻ്റെ പ്രതിനിധിയും പറഞ്ഞതുപോലെ ഇന്നത്തെ നിലവിൽ നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരു അവസ്ഥയുണ്ട്. അതായത് ഇപ്പോൾ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ചെറുപ്പക്കാർ നാട് വിട്ടു പോകുന്നു, ഇവിടെ തൊഴിലില്ലായ്മ സൃഷ്ടിക്കപ്പെടുന്നു. ഈ സംഭവം കൃത്യമായിട്ടുള്ള ആ പോയിന്റിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ്. അതായത് കേരളം എങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി? കേരളം നിലവിൽ ഇതുവരെ BJP ഭരിച്ചിട്ടില്ലല്ലോ. എന്തായാലും ഈ കോൺഗ്രസും CPM-ഉം ആണല്ലോ മാറി മാറി കേരളം ഇത്ര കാലം ഭരിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ഒരു വർഷം മുമ്പത്തെ ഒരു ഉദാഹരണം എടുത്തിട്ടുണ്ടെങ്കിൽ കിറ്റെക്സ് ഗ്രൂപ്പിൻ്റെ സാബു അദ്ദേഹം ഇവിടുന്ന് കുറ്റിയും പറിച്ചിട്ട് കൂടും കിടക്കയും എടുത്തിട്ട് എങ്ങോട്ടേക്കാണ് പോയെന്നറിയോ? തെലങ്കാനയിലേക്കാണ് പോയത്. തെലങ്കാനയിൽ അദ്ദേഹത്തെ അവിടുത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രി അടങ്ങുന്ന അവരെ ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിച്ചോടെ എന്തിനു വേണ്ടി അവിടെ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. 24,000 പേർക്ക് അപ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും അവിടെ ജോലി കിട്ടിയത്. ഇവിടുന്നുള്ള ഈ കോൺഗ്രസും CPM-ഉം ഭരിച്ച കേരളത്തിൽ നിന്നാണ് ഈ തെലങ്കാനയിലേക്ക് ഈ കിറ്റക്സ് ഗ്രൂപ്പിൻ്റെ കീഴിലേക്ക് ചെറുപ്പക്കാരും പെൺകുട്ടികളും അടങ്ങുന്ന ആളുകൾ ജോലിക്ക് വേണ്ടി കയറി പോകുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ സംഭവിച്ചത്? ഇവിടെ ഒരു തൊട്ടപ്പുറത്തേക്ക് പോയി ആന്തൂർ സാജൻ എങ്ങനെയാണ് ചെറുപ്പക്കാരൻ മരിച്ചത്? അയാൾ പ്രവാസിയായിരുന്നു. പക്ഷേ ആന്തൂർ നഗരസഭയിലാണ് ഏറ്റവും കൂടുതൽ വ്യവസായങ്ങളുള്ളത്. അതെന്തുകൊണ്ടാണ്? അവിടെ ഈ എന്താ പറയാ, അവിടെ വ്യവസായ പാർക്കുണ്ട്. പക്ഷെ ആ വ്യവസായ പാർക്കിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ കയറി ചെല്ലണം. അവിടുത്തെ അവസ്ഥ ശരിയായിട്ടുള്ള അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ കേരളം ഒരിക്കലും ബിസിനസ് സൗഹൃദ അല്ലെങ്കിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുന്ന ഒരു സംസ്ഥാനമല്ല. ഇവിടെ അത് മാറണമെങ്കിൽ ഈ രണ്ട് മുന്നണികളെയും ജനങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് ഇവിടെ BJP അധികാരത്തിലേക്ക് വരണം. BJP അധികാരത്തിൽ വന്നാൽ തറ തൊട്ട് പൊളിച്ച് അടുക്കി ഞങ്ങൾ മേലേക്ക് കയറും. ഇവിടെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കും. വ്യവസായ അല്ല, ഒരു സംശയമില്ല
കാരണം ഇദ്ദേഹം നേരത്തെ പറഞ്ഞ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിൽ തെലുങ്കാനയിൽ നിന്ന് ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല, എന്തുമായിക്കോട്ടെ തെലങ്കാനയിൽ പോയത് സാബു പോയത് കോൺഗ്രസിന്റെ അടുത്തേക്കാണ്. അല്ല അവിടുത്തെ അന്തരീക്ഷം ഞാൻ സാബുവിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. ഏറ്റവും വലിയ കോൺഗ്രസ് നല്ല ഭരണമല്ലേ, അതുകൊണ്ടല്ലേ സാബു തെലങ്കാനയിലേക്ക് പോയത്. ഇന്ത്യയിൽ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടക്കുന്നതും അതുപോലെ ബിസിനസ് സൗഹൃദ സംസ്ഥാനമായി മാറുന്ന ഉത്തർപ്രദേശാണ്. അതിനകത്ത് തർക്കമൊന്നുമില്ല. തെലങ്കാനയിൽ ഇവിടുന്ന് ഹിറ്റെക്സ് ഗ്രൂപ്പ് അങ്ങോട്ടേക്ക് പോയി എന്നുള്ള ഏറ്റവും കോൺഗ്രസ് ഒരു ചെറിയ വിഷയമുണ്ട്. വ്യവസായ സൗഹൃദം നമ്മൾ എതിരല്ല. അത് ഏത് മുന്നണി ഭരിക്കട്ടെ, കോൺഗ്രസ് ആയാലും ഭരിക്കട്ടെ, BJP ആയാലും ഭരിക്കട്ടെ, വ്യവസായം അതായത് നാട്ടിൽ വ്യവസായം, നാട്ടിൽ മുതലാളിമാരുണ്ടെങ്കിലേ തൊഴിലാളി ഉണ്ടാവുള്ളൂ. ഈ മുതലാളിത്തത്തിനെതിരെ നിൽക്കുമ്പോൾ ഇവർ ചിന്തിക്കേണ്ടത് നാട്ടിൽ മുതലാളി ഉണ്ടെങ്കിലേ തൊഴിലാളി. ഇപ്പോൾ പിന്നെ നിങ്ങൾ എത്ര പേർക്ക് ഇവിടെ തൊഴിൽ കൊടുക്കുന്നുണ്ട്? നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ പുറത്തുള്ള ഒരു മുതലാളി കണ്ണൂർ വിഷന്റെ മുതലാളി എന്നാ പറയാ. അപ്പൊ മുതലാളി ഒരു വ്യക്തിയുടെ അല്ല, അത് ഒരു പ്രസ്ഥാനത്തിന്റെ. നവാസിയുടെ പേരിൽ ഇത് അറിയപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ, ഞാൻ ഒരു ഉദാഹരണം പറയുന്നത് മാത്രം. അപ്പം എത്ര പേർക്ക് നിങ്ങൾ തൊഴിൽ കൊടുക്കുന്നുണ്ട്? മുതലാളി ഉണ്ടെങ്കിലേ സ്വാഭാവികമായിട്ട് തൊഴിലാളി ഉള്ളൂ. അല്ലാണ്ട് തൊഴിലാളി വർഗ സർവാധിപത്യം ഒന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. അത് ഇന്ത്യയിൽ സ്വപ്നം മാത്രമാണ്. നമുക്ക് തിരിച്ചു വരാം, ചെറിയൊരു ബ്രേക്ക് എടുക്കാം. അരുണ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. തെലങ്കാനയ്ക്ക് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. KSUവിനും അരുണ് ഗുഡ് സർട്ടിഫിക്കറ്റ് നേരത്തെ കൊടുത്തു. നമുക്ക് അറിയേണ്ടത് വൈഷ്ണവ് കുറേ പ്രശ്നങ്ങളാണ്. ഒന്ന്, ഇവിടുന്ന് വിദ്യാർത്ഥികൾ ഒന്നടങ്കം നാടുവിടുന്നു. വോട്ട് ചെയ്യണമല്ലോ, വോട്ടവകാശം വിനിയോഗിക്കുന്ന കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ മുതിർന്ന പൗരന്മാരെ കൊണ്ട് നിറയുന്ന ഒരു കേരളം, നമ്മൾ ഭാവിയിൽ കാണാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണി, മുതിർന്ന പൗരന്മാരെ കൊണ്ട് നിറയുന്ന കേരളം. യങ്സ്റ്റേഴ്സ്, വിദ്യാർത്ഥികളെല്ലാം നമ്മുടെ നാട് വിടുന്നു. അവർക്കൊരു സുരക്ഷിതത്വമില്ലായ്മ ഫീൽ ചെയ്യുന്നു. ഇപ്പം പറഞ്ഞ പോലെ അരുണിൻ്റെ നാട്ടിൽ പോലും മലയോരം ഇപ്പം ടൗണിലേക്കും ആളുകൾ എത്തിക്കഴിഞ്ഞു. ഇപ്പം പറഞ്ഞല്ലോ, ആരും അഡ്മിഷൻ ചോദിച്ചു വരുന്നില്ല. ഈ പോക്ക്, നമ്മൾ വോട്ട് ചെയ്യാൻ ആളെ കിട്ടണമെങ്കിൽ ഇവരെല്ലാം ഇവിടെ വേണമല്ലോ. എന്ത് സംഭവിക്കും? എന്താണ് ചിന്ത? ഒന്ന്, ഇപ്പം ഇവിടെ രണ്ടു കൂട്ടരും പറയുമ്പോൾ കേരളം ആകെ അബദ്ധമാണ് എന്നുള്ള ഒരു വാദമാണ് ഇവർ രണ്ടാളും മുന്നോട്ട് പോകുന്നത്. വ്യവസായ സൗഹൃദമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ പുറകോട്ട് പോയി എന്നൊക്കെ വാദമൊക്കെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ കഴിഞ്ഞ 9 വർഷക്കാലത്തെ കേരളത്തിലെ അനുഭവം നമുക്ക് തെളിയിക്കുന്നത് എന്താ? ഈ രാജ്യത്തിനകത്ത് വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ, വികസന പ്രവർത്തനത്തിൽ, അതോടൊപ്പം തന്നെ ജീവിത നിലവാര സൂചികയിൽ നമ്പർ 1 കേരളം മാറുകയാണ്. ഇത് വെറുതെ പറഞ്ഞു പോവുകയല്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 5 ലക്ഷം വരുന്ന വിദ്യാർത്ഥികൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പുറത്തേക്ക് പോയി, പ്രൈവറ്റ് മേഖലയിൽ പോയി, അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലേക്ക് പോയി. ആ അൺഎക്കണോമിക് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിനകത്ത് 100 കണക്കിന് സ്കൂളുകൾ അടച്ചുപൂട്ടാൻ വേണ്ടി തീരുമാനിച്ച ഗവൺമെൻറ്റാണ് UDF ഗവൺമെൻറ്. അങ്ങനെയാണ് ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വരികയും ഈ സ്കൂളുകളെല്ലാം ഏറ്റെടുക്കുകയും ആ സ്കൂളുകളെല്ലാം ഇന്ന് രാജ്യത്ത് മാതൃകാ സ്കൂളുകളായി, വിദ്യാലയങ്ങളായി, പൊതുവിദ്യാലയങ്ങളാക്കി മാറ്റിയില്ലേ? ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ 5 ലക്ഷം കുറവുണ്ടായിടത്ത് നിന്ന് അതിൽ നേരെ ഇരട്ടിയോളം പൊതുവിദ്യാലയങ്ങളിൽ കടന്നു വന്നു. ഇപ്പോൾ സർക്കാർ ശമ്പളം വാങ്ങി സർക്കാർ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപകരുടെ മക്കളെ പോലും പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലത്ത് നിന്ന് അവരെല്ലാം തിരികെ പൊതുവിദ്യാലയങ്ങളിൽ കൊണ്ടുവരാൻ ഈ ഗവൺമെൻറ്റിന് സാധിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറി. നമ്മുടെ ക്ലാസ് മുറികൾ ഹൈടെക് ക്ലാസ് മുറികളായി മാറി. നമ്മുടെ 10ാം ക്ലാസ് പ്ലസ് 2 വരെ ഓക്കെ, അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നു എന്നതാണ് പ്രശ്നം. കാരണം വോട്ടവകാശം വിനിയോഗിക്കാൻ ഒരാൾ 18 വയസ്സാണ്. പ്ലസ് 2 കഴിഞ്ഞാൽ ഈ കുട്ടി പിന്നെ അടുത്ത നാടുവിടുകയാണ്. നിങ്ങൾക്കിവിടെ ഇവരിവിടെ ഉണ്ടെങ്കിലല്ലേ നമ്മുടെ ഈ വോട്ടവകാശം എന്ന് പറയുന്ന ഇത്രയും മൂല്യമുള്ള ഒരു സാധനമാണ്, ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നിന്ന് ഇവർ ചേക്കേറുകയാണ് മറ്റു സ്ഥലങ്ങളിലേക്ക്. അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇപ്പം വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പം ഉന്നത വിദ്യാഭ്യാസ മേഖല എടുത്തു. ഈ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സർവകലാശാല എടുത്ത് പരിശോധിച്ചാൽ ആദ്യത്തെ 12 സർവകലാശാലകൾ എടുത്ത് ആ റാങ്ക് ലിസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ 3 കേരളത്തിൽ നിന്ന്. സർവകലാശാലകളുടെ അവസ്ഥ ഒരു വിദ്യാർത്ഥിക്ക് ഇവിടെ പഠിക്കാനുള്ള മനസ്സ് നൽകുന്ന സ്ഥിതി ഉണ്ടോ? എല്ലാ ദിവസവും മാധ്യമങ്ങൾ നിറഞ്ഞേക്കുന്ന എന്താണ് സർവകലാശാലകൾ? അതിലേക്ക് മാറ്റി പരുവപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർവകലാശാലകളെ ഉന്നത നിലവാരത്തിലേക്ക് മാറ്റാൻ, അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നിരന്തരമായി കേരള ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട സർവകലാശാലകളായി കേരളയും MGയും കുസാറ്റൊക്കെ മാറുന്നത്. ഈ ഗവൺമെൻറ് നടത്തുന്ന ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. ഇവർ പറയുമ്പോൾ ആകെ വിദ്യാഭ്യാസ മേഖലയാകെ അബദ്ധത്തിലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ കേരളത്തിന് പുറത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് ഇതുപോലെ ആയിരിക്കണം നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖല, അന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ?
ഇതുപോലെയാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖല, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഈ നിലയിൽ മാറ്റി തീർക്കാൻ സാധിക്കണം. ഇന്ന് സർവകലാശാല ആസ്ഥാനങ്ങൾ എപ്പോഴും സംഘർഷപൂരിതമാകുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ അങ്ങനെയുള്ള ഒരു സർവകലാശാലകളെ കുറിച്ച് നിരന്തരം കേൾക്കുന്ന വാർത്തകൾ സർവകലാശാലകൾക്കകത്ത്, സർവകലാശാല കേന്ദ്രങ്ങൾക്കകത്ത്, സെന്ററുകൾക്കകത്ത് സമരങ്ങൾ ഉയർന്നു വരണ്ടേ? സമരങ്ങൾ ഇല്ലാത്തൊരു ലോകമാണ് നമ്മൾ കാണേണ്ട കാഴ്ച. നമ്മൾ സ്വപ്നം അതാണ് വേണ്ടത് അല്ലല്ലോ. ഇന്ന് നാം നേടിയെടുത്ത എല്ലാ അവകാശങ്ങളും വിദ്യാർത്ഥികളും സമരങ്ങൾ നടത്തി. നേരത്തെ ഇവിടെ പറഞ്ഞു ഭാരതാംബയെ കുറിച്ചുള്ള വിഷയമല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇത് ഭാരതാംബന്റെ വിഷയം മാത്രമല്ല, ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയാകെ ഘട്ടം ഘട്ടമായി വർഗീയവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തെയാകെ വളച്ചൊടിക്കുകയാണ്. ചരിത്രത്തെയാകെ സംഘപരിവാരത്തിന്, RSSന് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇടപെടേണ്ട ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി CCC എന്ന ഫോർമുലയിൽ സെൻട്രലൈസേഷൻ, കൊമേഴ്ഷ്യലൈസേഷൻ, കമ്മ്യൂണലൈസേഷൻ എന്നീ അജണ്ട വെച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് ഈ ഭാരതാംബന്റെ ചിത്രം ഇത് കേവലമായി ഒരു ഫോട്ടോ വെക്കുന്ന പ്രശ്നമല്ല. ഇത് RSSന്റെ ചിഹ്നമാണ്. RSSന്റെ ചിഹ്നത്തെ ഭരണഘടന വൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണ് നടക്കുന്നത്. തിരിച്ചു വരാം. എങ്ങനെയാണ് ഫർസീൻ മജീദ്, നമ്മൾ ഈ വോട്ടവകാശത്തിൽ നമ്മൾ തുടങ്ങുന്നത്? വോട്ടവകാശം വിനിയോഗിക്കണമെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർ ഇവിടെ വേണം. അവർ വോട്ടർ പട്ടിക പേര് അതിലേക്ക് അവർ പോകുന്നേ ഇല്ല, ചിന്തിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാനൊരു പൊതുവിദ്യാലയത്തിലെ അധ്യാപകൻ കൂടിയാണ്. അതുകൊണ്ട് വിദ്യാലയത്തിനകത്തെ വിഷയങ്ങളെ കുറിച്ച് അറിയാൻ നമുക്ക് ചിലപ്പോൾ ഒരു 2 ദിവസത്തെ ചർച്ച മറ്റൊന്ന് വേണം. ഞാൻ പറഞ്ഞു വരുന്നത് ക്യാമ്പസുകൾക്കകത്ത്, സർവകലാശാലകൾക്കകത്ത് നമ്മൾ കുട്ടികൾ, നമ്മുടെ പുതിയ തലമുറയിൽ വോട്ടർമാരായി വരേണ്ടവർ ആദ്യം വിദ്യാഭ്യാസം നേടണം, അവരൊരു തൊഴിൽ നേടണം. ഇതിനൊന്നും സാധിക്കാത്ത തരത്തിലേക്ക് സമൂഹത്തെ എത്തിച്ചേരുന്നു. ഈ ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർക്ക് ആ കുട്ടികളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒപ്പിടാൻ പോലും സമയമില്ലാത്ത തരത്തിലേക്ക് നമ്മുടെ നാടിനകത്ത് സമരം നടന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ആ കുട്ടികളെ ബാധിക്കും? ഈ കുട്ടികൾക്ക് കൃത്യമായി മറ്റൊരു സ്ഥലത്ത് ജോലിക്ക് പോകാൻ വേണ്ടി സാധിക്കുമോ? ഉന്നത പഠനത്തിന് വേണ്ടി പോകാൻ വേണ്ടി സാധിക്കും? എനിക്ക് അനുഭവമുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കകത്ത് വിവിധ വിഷയങ്ങളിൽ സമരങ്ങൾക്കകത്ത് പൊറുതിമുട്ടിയിട്ട് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ തീരുമാനിച്ചത് കോൺഗ്രസ് അല്ല, യൂണിവേഴ്സിറ്റിക്കകത്ത് വൈസ് ചാൻസലർ തീരുമാനിച്ചിരിക്കുന്നവരാ. അദ്ദേഹത്തിന് പോലും സമയമില്ലെന്ന് പറയുമ്പോൾ കേരളത്തിനകത്ത് ഇപ്പോൾ നടന്നു വന്നിരിക്കുന്ന സമരങ്ങൾ എന്ന് പറയുന്നത് സമരങ്ങളല്ല, സമര ആഭാസങ്ങളാണ്. നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, പുതിയ തലമുറയിലെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് സമരങ്ങൾ നയിക്കുന്നതെങ്കിൽ അവർക്ക് ഗുണമുണ്ടാകുന്ന തരത്തിലേക്ക് സമരങ്ങളെ കൊണ്ടുപോകണം. നമ്മൾ സർവകലാശാലകളെ കുറിച്ചിട്ടൊക്കെ കൂടുതലായി പറയുമ്പോൾ കൂത്തുപറമ്പ് നമ്മൾ ആലോചിക്കണം. എന്തിനു വേണ്ടിയിട്ട് ആ സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരുന്നു, അതുകൂടി ചിന്തിക്കണം. ഈ തരത്തിലേക്ക് പുതിയ തലമുറയിലെ കുട്ടികൾ, ചെറുപ്പക്കാർ എന്തിന് ഈ നാടിനകത്ത് ജീവിക്കുന്നു, എന്തിന് ഈ നാടിനകത്ത് വോട്ടറായി ഞാൻ കടന്നു വരുന്നു, എന്തിനു വേണ്ടി ഇവിടെ വോട്ട് ചെയ്യണമെന്ന് ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള സമര കോലാഹലങ്ങളുടെ ഭാഗമായിട്ടാണ്. സമരത്തിന് ഞങ്ങൾ ആരും എതിരല്ല, സമരം ചെയ്തിട്ടാണ് എന്നെയും ഇവിടെ ഇരിക്കുന്ന ആളുകളെയും പോലുള്ള ആളുകൾ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഈ പ്ലാറ്റ്ഫോം തന്നെ തയ്യാറായിട്ടുള്ളത് ആ രാഷ്ട്രീയ നേതൃത്വമായതുകൊണ്ടാണ്. സംവാദാത്മകമായിട്ടുള്ള ചർച്ചകളിലേക്ക് നമ്മുടെ പുതിയ തലമുറയെ കൊണ്ടുവരണം. നിങ്ങൾ എന്തിന് വോട്ട് ചെയ്യണം, എന്താണ് വോട്ടിംഗ് രീതി കൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആ കുട്ടികളെ, ചെറുപ്പക്കാരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പോലെയുള്ള യുവജന സംഘടനയിലെ നേതാക്കന്മാർ തയ്യാറാവുമ്പോഴാണ് അവരിവിടെ നിൽക്കുന്നത്. അതിനവർക്ക് സാഹചര്യം നമ്മൾ ഒരുക്കണം. അതിന് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മളിവിടെ ഒരുക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ഈ സമരത്തിലേക്ക് അവരെ നയിക്കാൻ വേണ്ടിയിട്ട്. അതിനുള്ള അവസരമാണ് ഉണ്ടാകേണ്ടത്. ഈ ക്യാമ്പസുകൾ ഇങ്ങനെ ഇപ്പം വൈഷ്ണവ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഈ ഭാരതാംബയുടെ ചിത്രമൊക്കെ വെച്ച് വിവാദമാക്കേണ്ട ഒരു സാധനമാണ് നമ്മുടെ ക്യാമ്പസുകൾ. സർവകലാശാലകൾ അത്തരത്തിലുള്ള ഒരു മതചിഹ്നത്തിൻ്റെ പുറകെ പോകേണ്ടതുണ്ടോ? അങ്ങനെ കൊണ്ടുപോകലാണോ നമുക്ക് വേണ്ടത് ശരിക്കും? ആരോഗ്യപരമായിട്ടുള്ള സമരങ്ങൾ ക്യാമ്പസുകളിൽ തീർച്ചയായിട്ടും നടക്കണം. ആരോഗ്യപരമായിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ തീർച്ചയായിട്ടും നടക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് ചിത്രം വെക്കൽ ആണോ നമ്മുടെ നാട്ടിൽ അല്ല, അതൊന്നും നമ്മളെവിടെയെങ്കിലും അവകാശപ്പെട്ടിട്ടുണ്ട് ഭാരതാംബയുടെ ചിത്രം വെച്ചാലേ ഇവിടെ നടക്കുള്ളൂ. പിന്നെ അതിനകത്ത് അങ്ങനെ ഒരു ഗവർണർ, ഈ വിദ്യാഭ്യാസ സർവകലാശാലയുടെ തലവൻ എന്ന് പറയുന്ന ഗവർണറാണ്. ഈ ഗവർണർ ഭാരതാംബയുടെ ചിത്രം വെച്ച് അതൊരു സംഭവമാക്കി മാറ്റി അതിനകത്ത് തുടർന്ന് അതിനകത്ത് വാശി പിടിച്ച് കുട്ടികളുടെ മനസ്സിൽ മുഴുവൻ ആശങ്ക സൃഷ്ടിക്കുകയാണോ ശരിക്കും? രാജ്ഭവനിൽ നടന്ന പരിപാടിയിലാണ് ഭാരതാംബയുടെ ചിത്രം വെച്ചത്. സ്വാഭാവികമായിട്ടും രാജ്ഭവനിൽ നടന്ന പരിപാടിയിലാണ്, വേറെ പുറത്തേക്ക് എവിടെയും രാജ്ഭവനിൽ ആ ചിത്രം വെക്കുന്ന സ്ഥലമാണോ? അതെ, രാജ്ഭവനിൽ നടന്ന പരിപാടിയിൽ ചിത്രം വെച്ചിട്ടുണ്ട്. ഭാരതാംബ എന്ന് പറയുന്നത് നമ്മൾ ആദിമകാലം മുതൽക്ക് ഭാരതാംബ എന്താണ്, അതിനകത്ത് ഒരു തെറ്റെന്താണ് നിങ്ങൾ കണ്ടത് മനസ്സിലാകുന്നില്ല. കാരണം
ഇപ്പൊ ഇദ്ദേഹം എന്നാ പിന്നെ നമുക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം കൂടി അവിടെ വെക്കാം. ഏത്? ചർച്ചയുള്ള കോൺഗ്രസിന്റെ കൊടിയും അരിവാൾ ചുറ്റിക നക്ഷത്രമോ താമര ചിഹ്നമോ അല്ലെങ്കിൽ കൈപ്പത്തി ചിഹ്നം പോലെയാണോ ഭാരതാംബ എന്ന് പറയുന്നത്? ഭാരതാംബ അങ്ങനെ ദേശീയ ചിഹ്നമായി നമ്മൾ അംഗീകരിച്ചിട്ടുണ്ടോ? എന്താണ് ഭാരതാംബ? ഭാരതാംബ നമ്മുടെ പെറ്റമ്മേനെ നമ്മള് ഭാരതാംബയാണോ നമ്മുടെ പെറ്റമ്മ? അത് ആരാണ് അങ്ങനെ കാണുന്നത്? ആരാണ് അങ്ങനെ കാണുന്നത്? മാതൃഭൂമിയെ നമ്മൾ എങ്ങനെയാണ് മാതൃഭൂമി പറ്റോ? ഭാരതാംബ എന്ന് പറഞ്ഞൊരു പേര് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു കൊടി ഉണ്ടാക്കി ആ കൊടിയാണ് നമ്മളുടെ ഭാരതാംബ, ഇത് നമ്മളെല്ലാവരും അംഗീകരിച്ചോളൂ പറയുന്നതാണോ? ഭാരതാംബ എന്നുള്ള സങ്കല്പം ആദിമകാലം തൊട്ട് തന്നെയുണ്ട്. ഭാരതാംബ എന്നുള്ള സങ്കല്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇദ്ദേഹം ഈ ക്യാമ്പസുകളിൽ SFIയുടെ സമരത്തിന്റെ ഒരു കാര്യം പറഞ്ഞു വരുന്നത്. ഈ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആദിമകാലം പറഞ്ഞ ആദമിന്റെ ഹവ്വയുടെ കാര്യം അല്ല, ആദ്യകാലം എന്നല്ല, നമ്മുടെ ഒരു ഭാരതാംബ എന്നുള്ള സങ്കല്പം നേരത്തെ പല മനുഷ്യകുലത്തിന്റെ സൃഷ്ടി ആദമും ഹവ്വയാണെന്ന് വിശ്വസിക്കുന്ന വലിയൊരു സമൂഹം നാട്ടിലുണ്ട്. എന്നാൽ പിന്നെ ആദമിന്റെ ഹവ്വയുടെയും ആ സൃഷ്ടിപ്പ് കാലം വെച്ച് നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ ഇല്ല, നമ്മൾ പെറ്റമ്മയും മനുഷ്യര് പെറ്റമ്മയും പോറ്റമ്മയും എല്ലാം പറയും. ഇതിൽ എന്തിനാണ് ഒരു സംഘടനയുടെ ഭാഗമാണ് ഞാൻ. പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ വിഷയം. അതായത് ഇവർ പറഞ്ഞല്ലോ പെറ്റമ്മയും പിറന്നാടും സ്വർഗത്തേക്കാൾ മഹത്തരം എന്നാണ് ഇവർ പറയുന്ന, ഇവർ അർത്ഥവാക്യതാണ്, ഇവർ പറയുന്ന കാര്യം അതാണ്. അങ്ങനെ പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരം എന്ന് പാടുന്ന ആളുകൾ ഈ രാജ്യത്തിലെ ജനങ്ങൾ മുഴുവൻ പിറന്ന നാടിന് വേണ്ടിയിട്ടുള്ള സമരം നയിക്കുമ്പോൾ, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സമരം നയിക്കുമ്പോൾ, പോരാട്ടം നയിക്കുമ്പോൾ എവിടെയായിരുന്നു? എവിടെയും സ്വാതന്ത്ര്യ സമരത്തിൽ എവിടെയാ? അരുണ ഈ പറയുന്ന വാദഗതികളൊക്കെ കൊണ്ടുവന്ന് സർവകലാശാലയുടെ തലപ്പത്തിരിക്കുന്ന ആൾ ഇത്തരം ചെറിയ ചെറിയ വിഷയങ്ങളാണോ കൊണ്ടുവരേണ്ടത്? ഞാൻ പറഞ്ഞു സർവകലാശാലയിലൊന്നും ഇത്തരത്തിലുള്ള വിവാദങ്ങളൊന്നും രാജ്ഭവനിലെ കാര്യം, രാജ്ഭവനിലെ ചടങ്ങുകൾ, രാജ്ഭവൻ സ്വകാര്യ സ്ഥലമല്ല, രാജ്ഭവനിലെ ചടങ്ങുകൾ വേറെ, സർവകലാശാലയുടെ അധിപന്റെ ആസ്ഥാനത്ത് നടക്കുന്ന സർവകലാശാല കൂടി ബാധിക്കും. സർവകലാശാലയിൽ ഇതൊന്നും കുട്ടികളെ നേരിട്ട് വിദ്യാർത്ഥികളാണെന്നും ഇതൊന്നും നേരിട്ട് കുട്ടികളെ ബാധിക്കുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാണെന്നും നമ്മൾ കരുതുന്നില്ല. ഈ ഭാരതാംബ വിവാദം ഇതിനേക്കാളും വലിയ വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിനേക്കാളും വലിയ വിഷയങ്ങൾ ഈ ഒരു കാര്യം വേണ്ടി ഈ ഓൾ പാസ് എന്ന് പറയുന്ന ഒരു സംവിധാനം, അതായത് എല്ലാ കുട്ടികളും പാസ്സാക്കുക എന്നുള്ളൊരു സംവിധാനം, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ അത് നടപ്പാക്കിയത്. അത് നടപ്പാക്കിയതോട് കൂടിയിട്ടാണ് ഇവിടുത്തെ നമ്മുടെ താഴെത്തട്ടിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം പൂർണ്ണമായിട്ട് ഞാൻ ഒറ്റ മിനിറ്റ് പറഞ്ഞു നിർത്തോട്ടെ. അധ്യാപനം ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. കാരണം 10ാം ക്ലാസ്സിൽ ഒരു കുട്ടികൾ ഇപ്പൊ പരാജയപ്പെടുന്നില്ല. ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെയല്ലേ ഉന്നത വിദ്യാഭ്യാസമായിട്ട് പോകേണ്ടത്. സ്വാഭാവികമായിട്ടും 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സിൽ ഒരു 70% കുട്ടികളെ പാസ്സാവുന്നുള്ളൂ. ബാക്കി ഒരു 20% ഒന്ന് പറഞ്ഞു തീർന്നോട്ടെ. 70% കുട്ടികൾ മാത്രമേ 10ാം ക്ലാസ്സിൽ പാസ്സാകുന്നുള്ളൂ. അതിനകത്ത് ഒരു 40% മാത്രമേ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നുള്ളൂ. അതിനകത്ത് ഒരു 20 ബാക്കിയുള്ളതിൽ 20% 30% കുട്ടികൾ ഇവിടുത്തെ ബ്ലൂ കോളർ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടും താഴെയുള്ള പറമ്പ് കളയ്ക്കാനും തെങ്ങ് കയറാനും മരം വെട്ടാനും ഒക്കെ ആയിട്ട് ഇവിടെയുള്ള ബേസിക് ആയിട്ടുള്ള ജോലികൾ ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് ആളുകളെ കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പം എല്ലാ കുട്ടികളും പാസ്സായതോട് കൂടിയിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും +2 അഡ്മിഷനും എല്ലാവരും കോളേജിലേക്ക് അഡ്മിഷനും ഞാൻ പറയുന്നത് കഴിവില്ലാത്ത പറമ്പിൽ പണിയെടുക്കാനും തെങ്ങുമക്കാനും കുട്ടികൾ വേണം. അതിന് തോക്കണം, അതിന് തോക്കണം. കഴിവില്ലാത്ത കുട്ടികൾ കഴിവില്ലാത്ത ഒരു കുട്ടിയും ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നില്ല. കഴിവില്ലാത്ത കുട്ടികളൊന്നും ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നില്ല. കഴിവില്ലാതെ ഒരു കുട്ടിയും ജനിച്ചു വീഴുന്നില്ല. അതിഥികൾ എന്ന് പറഞ്ഞ് ഇവരുടെ സർക്കാർ തന്നെ ഇവിടുന്ന് കൊണ്ടേ ഇറക്കിയിരിക്കുകയാണ്. ഈ ബംഗ്ലാദേശിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരെ അടക്കം ഇവിടെ കൊണ്ടുവന്ന് ഇവർക്ക് വരെ സ്ഥലത്തെ പെരുമാവരെയൊക്കെ പോയ നിങ്ങൾ അരുൺ പറഞ്ഞ ഒരു
അരുൺ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിനോട് നേർരേഖയുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. കഴിവില്ലാതെ ഒരു കുട്ടിയും ഈ ഭൂമിയിൽ ജനിക്കുന്നില്ല. തെങ്ങുമക്കാരാനും പറമ്പ് കൊത്താനും കുട്ടികൾ തോറ്റു വരണമെന്ന് പറയുന്നത് യോജിക്കാൻ കഴിയില്ല. ഉന്നത വിദ്യാഭ്യാസം എന്നെ സംബന്ധിച്ച് എനിക്ക് പഠിക്കാൻ വലിയ കഴിവൊന്നുമില്ലാത്ത വിദ്യാഭ്യാസത്തിന് പോയിട്ടില്ല. എന്നെ ഞാൻ SSLCക്ക് 212 മാർക്ക് എനിക്കുള്ളൂ. അതിനുശേഷം 212 മാർക്കോട് കൂടി ഞാൻ 10ാം ക്ലാസ് പാസ്സായി. 210 മാർക്ക് മതി. ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനുശേഷം പിന്നെ +2 വന്നു. +2 70% മാർക്ക് ഉണ്ട്. സ്വാഭാവികമായിട്ട് അതിനുശേഷം ഉന്നത വിദ്യാഭ്യാസത്തിൽ ഡിഗ്രി ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്കിതിന് വേണ്ട കഴിവില്ലാത്ത കുട്ടികൾ തോൽക്കണമെന്നും അവരെ ഞാൻ പറയുന്ന കാര്യത്തെ വളച്ചൊടിക്കാതെ ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? തെങ്ങിന്മേൽ കയറാൻ നമുക്ക് ഇവിടെ ആള് വേണ്ടേ? കല്ല് വെട്ടാൻ ആള് വേണ്ടേ? റബ്ബർ വെട്ടാൻ ആള് വേണ്ടേ? ഇതിന് മുഴുവൻ നമ്മൾ എന്തിനാണ് ഈ അതിഥികളെ ഇവര് അതിഥികൾ എന്ന് പേരിട്ട ഈ ക്രിമിനലുകളെ എന്തിനാണ് ഇവിടെ അതിഥികൾ ക്രിമിനലുകളാണ് നിങ്ങൾ പറയുന്നത്? അതിഥി തൊഴിലാളികൾ ക്രിമിനലുകളല്ല, നിങ്ങളുടെ സഹോദരങ്ങളാണ്. അതിഥി തൊഴിലാളികൾ ഈ നാടിന്റെ അതിഥികൾ പൗരന്മാരുടെ കാര്യം സംബന്ധിച്ചു ഈ ഇവിടെ നിൽക്കുന്ന എത്രയോ കേസുകളിൽ അത് നമ്മൾ മലയാളികൾ കേസ് പ്രതിയാകുന്നുണ്ട്. പെരുമ്പാവൂരേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ ക്യാമറ എടുത്തിട്ട് പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇവരുടെ കൂടുതൽ വന്ന് നിൽക്കുന്ന വേശ്യാവൃത്തിക്കടക്കം വന്ന് നിൽക്കുന്ന സ്ത്രീകളുണ്ട്. അതുപോലെ ഭീകരമായ സ്റ്റേറ്റ്മെന്റ് ആണ്. ക്യാമറ എടുത്ത് പോയിട്ട് ഞാൻ വരാം നിങ്ങളുടെ കൂടുതൽ ക്യാമറ എടുത്തു പോയിട്ട് പെരുമ്പാവൂർ ഭാഗത്തേക്ക് നിങ്ങൾ പോയി നോക്കിക്കോളൂ. എല്ലാ അരാജകത്വവും അവിടെയുണ്ട്. അവിടെ വേശ്യാവൃത്തി നടക്കുന്നു, അവിടെ മയക്കുമരുന്ന് വ്യാപാരം നടക്കുന്നു, അവിടെ എന്ന് വേണ്ട ഈ രാജ്യത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഴിഞ്ഞാടാൻ വേണ്ടി യുപിയിലൊന്നും ഒരു പരിപാടി നടക്കൂല. യുപിയിൽ അധികം ബലസാനം വെടിവെച്ച് കൊല്ലല്ലോ ക്രിമിനൽ. വൈഷ്ണവേ, എന്ത് തോന്നുന്നു? ഈ അവരും നമ്മുടെ വോട്ടർമാരാണ്. അവരെ ഇലക്ഷൻ വരുമ്പോൾ ഇവിടുന്ന് ട്രെയിനിലും ഫ്ലൈറ്റിലും പോയിട്ട് വോട്ട് ചെയ്ത് വരുന്നവരാണ്. ഈ അതിഥി തൊഴിലാളികൾ ക്രിമിനൽസ് ആണ്, അവർ അഭിസാരികളാണ് എന്ന നിലക്കുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അരുൺ തോമസിൽ നിന്ന് വന്നിരിക്കുന്നത്. എല്ലാവരും ഞാൻ പെരുമ്പാവൂരത്തെ കാര്യം ഞാൻ സൂചിപ്പിക്കണം. പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് വലിയ രീതിയിലുള്ള ഇത്തരം ആക്ടിവിറ്റികൾ നടക്കുന്നുണ്ട്. എല്ലാവരും ഞാൻ ആക്ഷേപിച്ചിട്ടില്ല. ഒന്ന് ഇവരിപ്പം ഇതൊരു രാഷ്ട്രീയ നയത്തിന്റെ നിലപാടിന്റെയും കാഴ്ചപ്പാടിന്റെയും പ്രശ്നമാണ്. ഇപ്പോൾ ഈ രാജ്യത്തുള്ള മനുഷ്യർ തൊഴിലിന് വേണ്ടി പലപ്പോഴും കേരളത്തിലെ ആൾ പുറത്തു പോകാറുണ്ട്, പുറത്തുള്ള ആൾ കേരളത്തിലാണ്, സ്വാഭാവികമാണ്. അപ്പം അങ്ങനെ വരുന്ന ആളുകളെല്ലാം ക്രിമിനൽസ് ആണ് എന്ന് പറഞ്ഞ് അടച്ചാക്ഷേപം എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. ഇവർ പറഞ്ഞു ഇപ്പോൾ പിന്നെ മറ്റ് കൈത്തൊഴിൽ ചെയ്യാൻ വേണ്ടി ആളെ കിട്ടുന്നില്ല. ഇപ്പോൾ പഠിച്ച് പാസ്സാകുന്ന പഠിക്കുന്ന വിദ്യാർത്ഥികളെ എല്ലാവരുടെയും ജീവന നിലവാരം മെച്ചപ്പെടുത്തണം എന്നുള്ളത് നാം എല്ലാം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവിടെ പറയുന്നത് എന്താ? പിന്നെ തെങ്ങ് കയറുന്ന ആളുകൾ ഉണ്ടാകണം, അല്ലെങ്കിൽ മറ്റ് കൈത്തൊഴിൽ പരിശീലിക്കുന്ന ആളുണ്ടാകണം, കിണർ കുഴിക്കുന്ന ആളുകൾ വേണം. എന്തിനാണ് പുറത്തുനിന്ന് നമുക്ക് ഇത്രയും തൊഴിൽ സാധ്യതകളുള്ള സമയത്ത് എന്തിനാണ് ഈ പുറത്തുനിന്നുള്ള അതിഥി തൊഴിലാളികളുടെ ആവശ്യമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിനകത്ത് ഇതൊരു കാഴ്ചപ്പാടാണ്. ഇപ്പൊ എല്ലാ വിദ്യാർത്ഥികളും എല്ലാ ആളുകളുടെയും മെച്ചപ്പെട്ട ജീവിത സൗകര്യം ഒരുക്കണം, നിലവാരം മെച്ചപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് പോകുന്നവർ. അതിനുവേണ്ടി അവരെ പ്രാപ്തമാക്കുക. അത് 10ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉടനെ തെങ്ങ് കയറാൻ വേണ്ടി പോകണം എന്ന് പറഞ്ഞാൽ എന്ത് വാദം? ഇത് ബാലിശമായ വാദമാണ്. 10ാം ക്ലാസ് തോറ്റു കഴിഞ്ഞാൽ അവർ ഉൾപ്പെടെ മറ്റ് പിന്നെ തെങ്ങ് കയറാൻ വേണ്ടി അത് മോശമായതുകൊണ്ടല്ല പറയുന്നത്. അവരെയെല്ലാം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് എത്തിക്കുക, അവരെല്ലാം ഈ നിലയിലേക്ക് എത്തിക്കുക എന്നുള്ള ചുമതലയാണ് നമുക്കുള്ളത്. അതിന് പകരം 10ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞു പോയി, അത് അവര് പിന്നെ തെങ്ങ് കയറാൻ പോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും 210 മാർക്ക് തെങ്ങ് കയറാൻ പോയിട്ടുണ്ടെന്നാ പറയുന്നത്. തെങ്ങ് കയറാനാണോ? അതൊന്നും മോശമല്ല. ഈ നാടിനകത്ത് സാധാരണക്കാരായ മനുഷ്യർക്ക്, കർഷക തൊഴിലാളിക്ക്, കൂലിപ്പണിക്കാരന്, ഓട്ടോ തൊഴിലാളിക്ക് മാത്രം ചെയ്യേണ്ട ഒരു അതാണ് പറഞ്ഞു. അതാണ് വിഷയം. എങ്ങനെയാണ് ഫർസീൻ? രാജ്യത്തെ പ്രധാനമന്ത്രി ചായക്കടക്കാരനായിരുന്നു എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി രാജ്യത്തെ ജനങ്ങളോട് നിങ്ങൾ ഹിന്ദി മാത്രം സംസാരിച്ചാൽ മതി, ഇംഗ്ലീഷ് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു കളിയ തൊഴിലാളിയുടെ മകനാണെന്നും ഞങ്ങൾ കേട്ടിട്ടുണ്ട്.
ഇവരൊക്കെ എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതിനകത്തല്ല, അവരൊക്കെ കടന്നു വന്ന സാഹചര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ വേദനാജനകമാണെന്ന് ആദ്യം തന്നെ ആഗ്രഹിക്കുക. ഒന്ന്, നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ വോട്ട് എന്തുകൊണ്ട് കുട്ടികൾ ചെയ്യുന്നില്ല, പുതിയ തലമുറയിലേക്ക് കടന്നു വരുന്നില്ല എന്ന് പറയുന്നിടത്ത് നമ്മളെ കുട്ടികൾക്ക് നമ്മൾ നൽകേണ്ട ഒരു പ്രതീക്ഷയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കള്ളുകയറ്റ തൊഴിലാളികൾ ആയാലും തെങ്ങ് കയറ്റക്കാരനായാലും വിറക് വെട്ടുന്നവനായാലും സമൂഹത്തിന്റെ ഏത് മേഖലയിൽ നിന്ന് വന്നാലും അവർ രാഷ്ട്രീയം ശ്രദ്ധിക്കണം. അവർ ഈ നാടിനകത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിക്കണമെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർ അവർക്ക് കരുത്ത് പകർന്നു കൊടുക്കാൻ പറ്റുന്നവരാവണം. അതല്ലാതെ ആവുമ്പോഴാണ് ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അവരുടെ നാവിൽ നിന്ന് വന്നു പോകുന്നത്. ഒന്ന്, യു പിയിൽ നിന്ന് വരുന്നവർ ആരാണെന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. ആരാണ് ബംഗാളിൽ നിന്ന് വരുന്നവരെന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. കേരളത്തിനകത്തെ കേരളത്തിലെ നമ്മുടെ നിർമ്മാണ തൊഴിലാളികൾ ക്രിമിനലുകളാണെന്ന് പറയുമ്പോൾ നമ്മൾ നാളെ നമ്മുടെ നാടിനകത്തോട്ട് ആരെങ്കിലും മറ്റൊരു ജോലിക്ക് വേണ്ടി കടന്നു വരുമോ? കേരളത്തിൽ നിന്ന് മറ്റു സ്റ്റേറ്റിൽ പോയി മറ്റു രാജ്യത്ത് പോയി ജീവിക്കുന്നവരുണ്ട്. മറ്റു രാജ്യക്കാർ നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചിന്താഗതി മാറണം, ഈ രാഷ്ട്രീയ സമീപനം മാറണം. ഈ സമീപനം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മുടെ ചെറുപ്പക്കാരെ ഒരു ചോദ്യം നമ്മുടെ ഇപ്പം ഫർസീൻ പറഞ്ഞു വെച്ചു. ഒരു ചോദ്യം, ഇപ്പം നമ്മുടെ ചെറുപ്പക്കാർ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ 18 വയസ്സ് പൂർത്തിയായ ഒരാൾക്ക് ഈ രാഷ്ട്രീയം നോക്കുമ്പോൾ പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങളുണ്ട്. എനിക്ക് വോട്ട് ചെയ്യണം, എനിക്ക് രാഷ്ട്രീയം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എൻ്റെ വോട്ടവകാശം വിനിയോഗിക്കണം, ഞാൻ നാടിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സക്രിയമായി ഇടപെടണം എന്ന് തോന്നാൻ പറ്റുന്ന രാഷ്ട്രീയ മൂവ്മെന്റ്, രാഷ്ട്രീയ റോൾ മോഡലുകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയായിരിക്കും? ഒന്ന്, ഇതിനകത്ത് ചെറുപ്പക്കാരെ സംബന്ധിച്ച് പെട്ടെന്ന് സ്വാധീനിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള അതാത് നാട്ടിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകൾ, അതായത് ചെറുപ്പക്കാർക്ക് ആ നാട്ടിൽ തങ്ങാൻ വേണ്ടിയിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ അവിടെ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യം നമ്മുടെ നാട്ടിൽ കേന്ദ്ര ഗവൺമെൻറ് നേതൃത്വത്തിൽ തന്നെ വളരെ വേഗത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടക്കുന്ന കാണാം. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് എടുത്തു കാണിക്കുക, 626 കേരളത്തിൽ കൂടെ 26 കിലോമീറ്റർ കേരളത്തിൽ കൂടെ കടന്നു പോകുന്ന 6 വരി പാതയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു ചോദ്യം, നമ്മൾ എപ്പോഴും ഒരു ലീഡർഷിപ്പിനെ ആഗ്രഹിക്കുന്ന ഒരു മനസ്സുള്ളവരാണ് ഭാരതീയർ, കേരളീയർ. അവരൊരു ലീഡർ പിന്നിൽ, അതാണ് AKGയും കെ കരുണ മുഴുവൻ നേതാക്കളെ എടുത്താലും നേതൃത്വം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. കേരളത്തിൽ സംഘപരിവാർ നേതൃത്വത്തിൽ റോൾ മോഡലാകാൻ പറ്റിയ ഈ നേതാവിനെ കൊള്ളാം, ഇദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു നേതാവിനെ പറയാൻ പറ്റും. നമ്മുടെ കേൾക്കുന്ന ഒരു പ്രേക്ഷകൻ, ഒരു 18 വയസ്സ് ചെറുപ്പക്കാരൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അവന് ഞാൻ നാളെ മുതൽ സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കാം, അങ്ങനെ പറയാൻ പറ്റിയ 1 or 2 ലീഡേഴ്സിന്റെ പേര് പറയാം. നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും വിഷനും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റോൾ മോഡലാക്കാൻ പറ്റുമോ അദ്ദേഹത്തെ? അതിനെന്താ കുഴപ്പം? അത്രേ ഉള്ളൂ എന്റെ ചോദ്യം. തീർച്ചയായിട്ടും അയാളെ റോൾ മോഡലാക്കാം, സംഘപരിവാറിനോടൊപ്പം പ്രവർത്തിക്കാമെന്ന് എന്താ സംശയം? സംശയമില്ല, ഞാൻ സംശയിക്കുന്നേ ഇല്ല. ഒരു സംശയമില്ല. നമ്മുടെ ബഹുമാന്യായ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അത്രയ്ക്ക് നല്ല കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ്. അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനത്തിനും അതായത് തൊഴിൽ സൃഷ്ടിക്കുക, അദ്ദേഹം ഒരു കോർപ്പറേറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. കോർപ്പറേറ്റിന്റെ തലപ്പത്തിരിക്കുന്നവരാണോ രാഷ്ട്രീയത്തിന്റെ തലപ്പത്തിൽ? അങ്ങനെയാണോ? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയുള്ള ഒരാൾക്ക് രാഷ്ട്രീയ രംഗത്തേക്ക് വരാൻ പാടില്ല. അപ്പൊ അവർക്ക് കാഴ്ചപ്പാടുണ്ടോ? അവര് നിർമ്മിച്ചെടുത്തേക്കുന്ന ആ സംവിധാനത്തിലൂടെ അവർക്ക് മറ്റു ചെറുപ്പക്കാരെ ആകർഷിക്കാനുള്ള കഴിവുണ്ടാവും. സ്വാഭാവികമായിട്ടും അവർക്ക് എങ്ങനെ തൊഴിൽ കൊടുക്കണമെന്ന് അവർക്ക് അറിയാൻ സാധിക്കും. എങ്ങനെ പറയാൻ പറ്റും നേതൃത്വത്തിൽ നിന്ന് ഒരു 2 പേരങ്ങ് പറയുകയാണെങ്കിൽ ഇവരൊക്കെ ഉണ്ട്, അതുകൊണ്ട് കോൺഗ്രസ് സ്ഥാനത്തോടൊപ്പമാണ് നിങ്ങൾ നിൽക്കേണ്ടത് എന്ന് പറയാൻ റോൾ മോഡലുകൾ പറയാവുന്നവരാണ്? കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധിയായ നേതാക്കൾ, 2 നേതാക്കൾ കേരളത്തെ സംബന്ധിച്ചപ്പോൾ കെ കരുണാകരനൊപ്പം നിൽക്കുന്ന നേതാവ് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോടൊപ്പം നമ്മൾ പറയുമ്പോൾ കെ കരുണാകരൻ, ഉമ്മൻചാണ്ടി ഈ ലെവലിലൊക്കെ പറയാൻ പറ്റിയ ആളുകൾ. ഏറ്റവും ബഹുമാനനായ KPCCയുടെ പ്രസിഡന്റ്, അദ്ദേഹം പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. കണ്ണൂർ ജില്ലയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് ഏറ്റവും പരമപ്രധാനമായി രാജ്യത്തിലെ റോൾ മോഡലായി രാജ്യത്തെ ചെറുപ്പക്കാർ കാണുന്നത് പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം നടത്തുന്ന പോരാട്ടമാണ്. അദ്ദേഹം മോത്തിലാൽ നെഹ്റുവിന്റെ പിൻതലമുറക്കാരനായ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരൻ ഈ രാജ്യത്തിലെ കള്ളവോട്ടിനെതിരെ, ഈ രാജ്യത്തെ അരാജകത്വത്തിനെതിരെ, ഈ രാജ്യത്തിനകത്ത്
രാജ്യത്തിനകത്തെ പാവപ്പെട്ടവന് വേണ്ടി അങ്ങ് ബീഹാറിൽ നിന്നും നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് കാണുന്നത്? ആരെ നമുക്ക് ഉയർത്താൻ പറ്റും? ഒന്ന്, ഈ നാടിനകത്തുള്ള സാധാരണക്കാരനായ മനുഷ്യന് അവരുടെ മക്കൾക്ക്, സാധാരണക്കാരായ പട്ടിണി പാവങ്ങൾക്ക്, അല്ലെങ്കിൽ കൂലി തൊഴിലാളിയുടെ മക്കൾക്ക്, കർഷക തൊഴിലാളിയുടെ മക്കൾക്ക്, ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ മക്കൾക്ക്, മത്സ്യത്തൊഴിലാളിയുടെ മക്കൾക്ക് എല്ലാം മെച്ചപ്പെട്ട പഠന സൗകര്യവും അവരുടെ ജീവിതനിലം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് നമ്മൾ മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയവും അതിനകത്ത് ഇപ്പൊ വോട്ടാണുള്ള വിഷയം. അതൊരു നേതാവിനെ ചൂണ്ടിക്കാട്ടിയല്ല ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആശയമാണ്. ഇപ്പൊ നേതാക്കന്മാരുണ്ട്. അല്ലല്ല, ഒരു ചോദ്യം വൈഷ്ണവ്, കഴിഞ്ഞ ദിവസം അല്ല, എം വി ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം കൃത്യമായ ഒരു നേതാവിന്റെ പേര് പറഞ്ഞു. ഞങ്ങൾ പാർട്ടിയെ നയിക്കുക, ഇടതുപക്ഷത്തെ നയിക്കുക. സ്വാഭാവികമായും കേരളത്തിനകത്തുള്ള ഇടതുപക്ഷത്തെ നയിക്കുന്നത്, ഈ സർക്കാർ നയിക്കുന്നത് പിണറായി വിജയനാണ്. അദ്ദേഹം തന്നെയാണോ നയിക്കുക? സംശയം എന്താ? പിന്നെന്താ ആദ്യം പറയാൻ മടിയല്ല. ഞാൻ ഏത് നേതാവിനെ മുൻനിർത്തിയിട്ട് മുന്നോട്ട് പോകുന്നവരല്ല ഞങ്ങൾ. ഞങ്ങളുടെ രാഷ്ട്രീയ മുദ്രാവാക്യാണ്. അതിനകത്ത് ഓരോ കാലഘട്ടം ഓരോ നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. നേരത്തെ പിന്നെ EMS ഉണ്ടായിട്ടുണ്ട്, AKG ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ കേരള നാളിൽ KR ഗൗരി നയിച്ചിടുമെന്ന് മുദ്രാവാക്യം ഉണ്ടായിട്ടുണ്ട്. ഈ കാലത്ത് പിണറായി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എല്ലാ കാലത്തും നേതാക്കന്മാരുണ്ട്. ഒന്ന്, ഈ വോട്ടാണുള്ള വിഷയം. യുവാക്കൾ എന്തിനാണ് വോട്ട് ചെയ്യണമെന്നുള്ളതാണ് വിഷയം. ഒന്ന്, രാജ്യത്തെ യുവാക്കളെ ആകെ പറഞ്ഞു പറ്റിച്ചവരാണ് രാജ്യം ഭരിക്കുന്നത്. ഓരോ വർഷവും 2 ലക്ഷം തൊഴിലവസരങ്ങൾ രാജ്യത്ത് ഒരുക്കുമെന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ യുവാക്കളെ മാത്രമല്ല, അതേസമയം കേരളത്തിനകത്ത് കഴിഞ്ഞ ജൂലൈ മാസത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ PSC നിയമനം നൽകിയ സംസ്ഥാനമായി കേരളം മാറുകയാണ്. രാജ്യത്ത് 60% നിയമനം നടത്തിയ സംസ്ഥാനമായി കേരളം മാറുകയാണ് PSC ഈ രംഗത്ത്. ആ നിലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു. അതിനെല്ലാം കാണാതെ പോകാണ്ട് ഇതൊക്കെ വിഷയമാകും. അത് മാത്രമല്ല, നേതാക്കന്മാരെ പറയുമ്പോ, യുവ നേതാക്കന്മാരെ പറയുമ്പോ, കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസ് നേർരേഖയുടെ സമയം തീരുകയാണ്. വൈഷ്ണവ് പറഞ്ഞു നിർത്തിയ രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള ആ ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ആദ്യം അത് കടന്ന് വരുത്തണമെങ്കിൽ വരുത്താമായിരുന്നു. ഈ നാട്ടിലെ മുഴുവൻ ചാനലുകളും മുഴുവൻ മാധ്യമങ്ങളും ഇപ്പം നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം അത്. നമുക്ക് വേണ്ടത് അതല്ല. സ്ത്രീ വിഷയം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി സ്ത്രീ വിഷയങ്ങൾ കണ്ടു. ഉമ്മൻചാണ്ടിയുടെ സരിത, സ്വപ്ന സുരേഷ്, ഇപ്പോൾ പുതിയ സാധനങ്ങൾ വരുന്നു. അങ്ങനെ ഈ സ്ത്രീ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ അതൊരു സെൻസിറ്റീവാണ്. മലയാളികൾക്ക് സ്ത്രീകളുടെ വിഷയം വരുമ്പോൾ എന്തോ ചെറിയ അതിനോടൊരു ആകാംക്ഷ കൂടുകയാണ്. നമുക്ക് വേണ്ടത് നമ്മുടെ വോട്ടർമാർ. തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരിക. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ യുവാക്കൾ, നമ്മുടെ വിദ്യാർത്ഥികൾ വോട്ടവകാശം വിനിയോഗിക്കാൻ പ്രായമായി വരുന്ന പുതിയ തലമുറ എങ്ങനെ ചിന്തിക്കുന്നു? അവർക്ക് ചിന്തിക്കാൻ, ഇത് കേട്ടിട്ട് അവർക്ക് തോന്നുന്ന പിന്നെ ഒരു വോട്ട് ചെയ്തേക്കാം, ഞാനും ഈ നാടിൻ്റെ രാഷ്ട്രീയ ആ രാഷ്ട്രീയത്തിൻ്റെ ചുറ്റും ഞാനും നിൽക്കാം എന്ന് തോന്നിയാലേ നമുക്ക് പുതിയ പൗരന്മാരെ രാഷ്ട്രീയത്തിൽ വളർത്തിയെടുക്കാൻ സാധിക്കുള്ളൂ. നല്ല രാഷ്ട്രബോധമുള്ള പൗരന്മാർ വളർന്നു വന്നാൽ മാത്രമേ നമുക്ക് എന്താകുകയുള്ളൂ, നമ്മളെ നയിക്കാൻ, നമ്മുടെ നാടിനെ കൊണ്ടു നടക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന പുതിയ തലമുറയുടെ മനസ്സിൽ ചിന്ത വരണം രാഷ്ട്രീയത്തെക്കുറിച്ച്. അതിനൊരു ശ്രമമാണ് നേർരേഖ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ലൈംഗികതയും ലൈംഗിക ചുവയുള്ള രാഷ്ട്രീയ വർത്തമാനങ്ങളിൽ നിന്നും മനഃപൂർവ്വം മാറി നിന്നുകൊണ്ട് നേർരേഖ ഈ വിഷയം ചർച്ച ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് അതൊരു വിഷയമായി തന്നെ എടുക്കാം. രാഹുൽ മാങ്കൂട്ടം നമുക്കൊരു ചർച്ചയായി തന്നെ വരാം. എന്തായാലും ഇനിയും സമയമുണ്ടല്ലോ, കാത്തിരിക്കാം. എന്തായാലും ഈ വോട്ടവകാശം വിനിയോഗിക്കാൻ നമ്മൾ തയ്യാറാണ്. ഈ ചർച്ച എന്തുവാണ്, അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും ഒക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് യുവാക്കളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കിട്ടുന്ന ഏക സാധനം, ഈ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ കയറുന്നവരെ ചോദ്യം ചെയ്യാൻ കിട്ടുന്ന ഏക സാധനം വോട്ടവകാശമാണ്. അത് വിനിയോഗിക്കുക തന്നെ വേണം. വോട്ട് ചേർക്കാനുള്ള വോട്ട് ചേർക്കണം. തൻ്റെ പേരിൽ കള്ളവോട്ട് ആരെങ്കിലും ചേർത്തിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചത് കണ്ടുപിടിക്കാനും യുവാക്കൾ തയ്യാറാകണം. ഇത്ര മാത്രമേ നേർരേഖയ്ക്ക് പറയാനുള്ളൂ. ഈ എപ്പിസോഡ് യുവ ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. പ്രേക്ഷകർ ചിന്തിക്കുക, വിലയിരുത്തുക, എന്നിട്ട് സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. പങ്കെടുത്ത 3 നേതാക്കൾക്കും നേർരേഖയുടെ നന്ദി, നമസ്കാരം.